بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على نبينا محمد وآله وصحبه أجمعين. أما بعد، رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. اللهم ألهمني مراشد أموري وأعذني من شرور نفسي ومن سيئات أعمالي. അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യന് നൽകുന്ന നിഅമത്തുകളിൽ ഏറ്റവും വലുത്, അതായത് വിലമതിക്കാൻ കഴിയാത്തത്, അയാൾക്ക് അള്ളാഹു തൗഹീദ് മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകുക എന്നുള്ളതാണ്. കാരണം മുവഹിദ് അല്ലാത്ത ഒരാൾ അള്ളാഹുവിൻ്റെ കിതാബിൽ അബ്ദിയ്യത്ത് പൂർത്തിയാക്കാത്തവനാണ്, അടിമത്തം അർപ്പിക്കാത്തവനാണ്. അവർ നാളെ ആഖിറത്തിൽ യാതൊരു പരിഗണനയുമില്ല. അയാൾ ദുനിയാവിൽ എത്ര വലിയ നന്മകൾ ചെയ്തവനാണെങ്കിലും ഇത് മനുഷ്യന്മാർക്ക് മനസ്സിലാവുന്നില്ല. ഒരുപക്ഷെ അവർക്ക് അല്ലെങ്കിൽ മനസ്സിലാക്കാൻ ശ്രമിക്കാത്തത് ഇതിൻ്റെ വില അറിയാത്തതുകൊണ്ടാണ്. ഇതുണ്ടെങ്കിൽ എന്താവും, ഇല്ലെങ്കിൽ എന്താവും. സൂറത്ത് യാസീനിൽ ഹബീബുൻ നജ്ജാർ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ്റെ കഥ വരുന്നില്ലേ? ഒമാ ലി ലാ അഅ്ബുദു അല്ലദീ ഫതറനി വഇലൈഹി തുർജഊൻ എന്ന് പറയുന്ന ആ ഭാഗത്ത് ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ആ നാട്ടിലേക്ക് നിയോഗിച്ച രണ്ട് പ്രബോധകന്മാരുടെ ദഅവത്തിന് ഉത്തരം കൊടുത്ത ഒരേ ഒരു മനുഷ്യൻ. അപ്പം അവരെ ആക്രമിക്കുന്നത് കണ്ടപ്പം അയാൾ ഓടി വന്ന് ആ നാട്ടിലുള്ള ജനതയോട് അതൊഴിവാക്കാൻ വേണ്ടി ആവശ്യപ്പെടുക. പക്ഷെ അവരടിച്ചും ഇടിച്ചും, ഇവര് അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ചെരുപ്പ് കൊണ്ടും വാൾത്തല കൊണ്ടും വടിക്കഷ്ണം കൊണ്ടും ഒക്കെ അടിച്ച് ഹബീബുൻ നജ്ജാറിനെ കൊന്നുകളഞ്ഞു. ഒറ്റ ദിവസം കൊണ്ട് അദ്ദേഹം ഷഹീദായി. ആ സമയത്താണ് ഹബീബുൻ നജ്ജാർ പറഞ്ഞത്, ഖാല യാ ലൈത ഖൗമി യഅലമൂൻ ബിമാ ഗഫറ ലി റബ്ബി വജഅലനി മിനൽ മുക്രമീൻ. ഇതാണ് കിട്ടാൻ പോകുന്ന മുവഹിദുകൾക്ക്. യാ ലൈത ഖൗമി യഅലമൂൻ, എൻ്റെ ജനതയൊന്ന് അറിഞ്ഞെങ്കിൽ, ഒന്ന് മനസ്സിലാക്കിയിരുന്നെങ്കിൽ, ബിമാ ഗഫറ ലി റബ്ബി, എനിക്കെൻ്റെ റബ്ബ് പുറത്തു തന്നതും, വജഅലനി മിനൽ മുക്രമീൻ, എന്നെ ആദരിക്കപ്പെട്ടവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തിയതും. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അദ്ദേഹം വന്നതും ദഅവത്ത് ചെയ്തുകൊണ്ടാണ്, പോയതും ദഅവത്ത് ചെയ്തുകൊണ്ടാണ്. വന്നതും എന്തിനാ നിങ്ങൾ ഇവരെ ഉപദ്രവിക്കുന്നത്, അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യണമെന്ന് പറഞ്ഞതിനെ കൊണ്ടാണോ എന്ന് ചോദിച്ചിട്ടാണ് വന്നത്. അങ്ങനെ അടിച്ചു കൊല്ലുന്നു. പോകുമ്പോഴും അദ്ദേഹം പറഞ്ഞ വാക്ക് യാ ലൈത ഖൗമി യഅലമൂൻ. ശരിക്കും നമ്മളെ ഉമ്മത്തിലെ മഹാഭൂരിപക്ഷം ആളുകൾക്കും ഇതെന്തിനാ ഈ സാധനം, എന്താ ഇതിൻ്റെ ആവശ്യകത, നമ്മൾ എങ്ങോട്ടാണ് യാത്രയാവുന്നത്, ഇതിനെപ്പറ്റി ഒരു ചിന്തയുമില്ല, ഒരു ബോധവുമില്ല, അതൊന്നും ആശിക്കുന്നു പോലുമില്ല. ശരിക്കും പറഞ്ഞാൽ നവാഖിദുൽ ഇസ്ലാമിൻ്റെ 10ാമത്തെ നാഖിദായി ഷെയ്ഖുൽ ഇസ്ലാം എണ്ണുന്നത് അൽ ഇഅറാദ്, ഈ നെവർ മൈൻഡ് മനോഭാവമാണ്. ഒരു ഗൗരവമില്ല. പഠിക്കുന്നതും പഠിച്ചോട്ടെ, കേൾക്കുന്നതും കോട്ടോട്ടെ, ചെയ്യുന്നതും ചെയ്തോട്ടെ, നമ്മളെ ഇതില്ല ആ ഒരു മനോഭാവം. അതാണ് ഇന്നത്തെ മുസ്ലിമിൻ്റെ അവസ്ഥ. ആദർശമുണ്ടെന്ന് പറയുന്നവരുടെയും കോലങ്ങനെയാണ്. അവരും തൗഹീദിനെ സംരക്ഷിക്കാനുള്ള ഒരു കവചമുണ്ട്, ഹിമായത്തുൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മസലകൾ പഠിച്ചേ പറ്റുള്ളൂ, അറിഞ്ഞേ പറ്റുള്ളൂ. ഒരു ചരട് കെട്ടുന്നില്ല, ജാറത്ത് പോകുന്നില്ല, ദർഗയിൽ പോകുന്നില്ല, മുലി ശേഖെ ബദരീങ്ങളെ വിളിക്കുന്നില്ല, അതിനെക്കൊണ്ട് ഒരാളെ തൗഹീദ് പൂർത്തിയാകൂല. അത് നഷ്ടപ്പെട്ടു പോവാതിരിക്കാനുള്ള ബിൽഡിങ് പണിയണം. അതല്ലെങ്കിൽ ഉലമാക്കളുടെ ഭാഷയിൽ പറഞ്ഞാൽ കോട്ടകൾ പണിയണം. അതിനതിൻ്റെ മസല അറിയണം, അത് പഠിച്ചെടുക്കണം, അതിൻ്റെ അവസരങ്ങൾ ഉപയോഗപ്പെടുത്തണം. പക്ഷെ ഒരു ഗൗരവമില്ല. അവൻ്റെ ഉപ്പെപ്പം പറയുന്നുണ്ട്, മെമ്പർഷിപ്പ് കിട്ടിയാൽ സ്വർഗത്തിൽ പോകുന്ന എല്ലാവരും വിചാരിച്ചിരിക്കുന്നതെന്ന്. മെമ്പർഷിപ്പ് കിട്ടിയാലും സ്വർഗത്തിൽ പോകില്ല, മുവഹിദായാലേ പോവുള്ളൂ, തൗഹീദ് പൂർത്തിയായാലേ പോവുള്ളൂ, തൗഹീദിനെ തഹ്ഖീഖ് ചെയ്താലേ പോവുള്ളൂ. അയാളുടെ ബാക്കി എന്ത് തിന്മയും ഒരുപക്ഷെ നാളെ അള്ളാഹു മാപ്പാക്കി കൊടുത്തേക്കാം.
അത്ര ഗൗരവത്തിന് വേണം ദീനുൽ ഇസ്ലാമിനെ മനസ്സിലാക്കാൻ. അത് കിട്ടിയത് വിലമതിക്കാൻ കഴിയാത്തൊരു ചാൻസാണ്. നമുക്ക് എന്താ പറ്റിയെന്നറിയോ? നമ്മൾ ജന്മനാ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സെലക്ട് ചെയ്യപ്പെട്ടവരായിട്ട് തന്നെ ഇങ്ങോട്ട് അയച്ചു. അതുകൊണ്ട് ആ ലാഘവത്തിൽ നമ്മൾ അങ്ങ് വളർന്നു വരികയും ചെയ്തു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ മദ്രസയിൽ തൗഹീദ് പഠിച്ച സഹാബാക്കള് അങ്ങനെ ആയിരുന്നില്ല. അവർക്കത് ഇടയിൽ വെച്ചിട്ട് കിട്ടിയപ്പം അതിൻ്റെ രുചി അവർക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ ആ സഹാബാക്കളുടെ ആദ്യ കാലത്തുള്ള ചരിത്രമൊക്കെ ഒന്ന് വായിച്ചു നോക്കിയാൽ അതിൻ്റെ 100-ൽ ഒരംശമെങ്ങാനും അള്ളാഹു നമ്മളുടെ ദീനിനോടും തൗഹീദിനോടുമുള്ള ഈ കൂറിനെ ടെസ്റ്റ് ചെയ്യാൻ ഉപയോഗിച്ചാൽ നമ്മൾ വട്ടപൂജത്തിന് തോറ്റ് തൊപ്പിയിടും. അങ്ങനെയാണ് അവർ പീഡിപ്പിക്കപ്പെട്ടത് ഈ ദീനിന് വേണ്ടി മാത്രം, വേറെ ഒന്നുമില്ല. അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു അൻഹു, യാസിർ കുടുംബം നമുക്ക് പ്രസംഗിക്കാൻ രസമാണ്. അദ്ദേഹത്തിൻ്റെ കഥ വായിക്കാനും കേൾക്കാനും ഒക്കെ ഭയങ്കര ഹരം കൊള്ളുന്ന കഥയാണ്. പക്ഷേ അത് അനുഭവിച്ച അവരുടെ അവസ്ഥ ഒന്ന് ചിന്തിച്ചു നോക്കണം. ഉപ്പ യാസിറും ഉമ്മ സുമയ്യയും അനുജൻ അബ്ദുല്ലായും അമ്മാറും, 4 പേർ, ഒരു കുടുംബത്തിലെ 4 അംഗങ്ങൾ. ഇടയിൽ വെച്ചിട്ട് ഇസ്ലാമിലേക്ക് കയറി വന്നവർ, പരിശുദ്ധ ഖുർആനിന്റെ മധുരം മനസ്സിലാക്കിയവർ, തൗഹീദിന്റെ അകക്കാൻ പറഞ്ഞ് കരിങ്കല്ല് പോലെ ഉറച്ചു നിന്ന ടീം. ഒരഡ്ജസ്റ്റ്മെന്റും ഇല്ല. ഒരു തരത്തിലും ചെറിയ ഒരു പോറൽ ആദർശത്തിന് ഏൽക്കാൻ അവരൊരു പഴുതും കൊടുത്തില്ല, അത്രയധികം. എന്നാലോ ഏത് പാറക്കല്ലും ഉരുകിപ്പോകുന്ന തരത്തിലാണെങ്കിൽ ഇതിനു വേണ്ടി അവർ ശിക്ഷിക്കപ്പെടുകയും ചെയ്തു, പീഡിപ്പിക്കപ്പെടുകയും ചെയ്തു, അനുഭവിക്കേണ്ടി വന്നു. അമ്മാർ ഇബ്നു യാസിറിന്റെ ഉമ്മാനെ സുമയ്യാനെയും യാസിറിനെയും അബൂജഹലും പട്ടാളക്കാരും പിടിച്ചോണ്ട് വന്നിട്ട് ഈ മക്കളെ മുമ്പിൽ നിന്ന് നഗ്നരാക്കി. സുമയ്യാക്ക് നല്ല പ്രായമുണ്ട്. അബൂജഹലിന്റെ അടിയാത്തി പെണ്ണാണ് ഈ സുമയ്യ റളിയല്ലാഹു അൻഹ. ഇസ്ലാമിൽ ആദ്യത്തെ ഷഹാദത്തിന് ഭാഗ്യം കിട്ടിയ വനിത. ഉപ്പ യാസിർ ആണെങ്കിൽ പല്ല് കൊഴിഞ്ഞ പടുവൃദ്ധനാണ്. ഈ ഉപ്പാക്കും ഉമ്മാക്കും തൗഹീദ് ഓതിക്കൊടുക്കുന്നത് മോനെ അമ്മാറാണ്, അനിയൻ അബ്ദുള്ളാക്കും. ദാറുൽ അർഖമിൽ ചെന്ന് ഒളിച്ചത് കേട്ട് പഠിച്ച് വന്ന് വീട്ടിൽ ഓതിക്കൊടുക്കും. അങ്ങനെ അവരിങ്ങോട്ട് വരുന്നു. മോന്റെ മുമ്പിൽ നിന്ന് തുണിയുരിഞ്ഞ് നഗ്നരാക്കി 2 പേരെയും. അമ്മാർ കണ്ണുപൊത്തിയിട്ട് നിലവിളിച്ച് കരഞ്ഞു. ആരും കേൾക്കാനില്ല. ആരെങ്കിലും ഒരാൾ വന്നിട്ടൊരു സഹതാപം പറയാൻ, ഒന്ന് സമാധാനിപ്പിക്കാൻ ഒരാളാടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾക്ക് അന്ന് ഒന്നുമില്ല കൈമല്. ബനൂ ഹാഷിം കുടുംബക്കാരനായതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആരും തൊടൂല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നാട്ടിലെ വലിയ പൈസക്കാരനും വലിയ തറവാടിയുമാണ്, അതുകൊണ്ട് ആരും തൊടൂല. അമ്മാർ ഇബ്നു യാസിറും കുടുംബം അങ്ങനെയല്ല, അടിമകൾ, ആരും ചോദിക്കാനും പറയാനുമില്ല. അരവര കുഴിയുണ്ടാക്കി അത് ഇറക്കി കുഴിച്ചിട്ട് ഉപ്പാനെയും ഉമ്മാനെയും ഈ 2 മക്കളെയും. യാസിറിനെ അബൂജഹല് തലയിൽ അടിച്ചടിച്ചടിച്ചടിച്ച് കൊന്നു, ബോധം കെടുത്തിയിട്ട് കൊന്നു മോന്റെ മുമ്പിൽ നിന്ന്. എന്താ കാര്യം എന്നറിയോ? ഒറ്റൊന്ന്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഖലാസ്. വേറൊന്നും അവർക്ക് കിട്ടാനില്ല. അബൂജഹൽ എന്താ ഇപ്പൊ ഈ കുടുംബത്തിനടുത്ത് ഇങ്ങോട്ട് ദുനിയാവ് കിട്ടാനുള്ള ഒന്നുമില്ല. പക്ഷെ ഇവർ മനസ്സിലാക്കിയ തൗഹീദിൽ നിന്ന് പിന്മാറി അള്ളാഹു അല്ലാത്തവരെ വിളിക്കുന്നവരാവണം, അത്രയേ ഉള്ളൂ. യാസറിനെ അടിച്ചു കൊന്നു മക്കളെ മുമ്പ്. സുമയ്യയെ വലിച്ചെടുത്തു അബൂജഹൽ. സുമയ്യ കാർക്കിച്ചു തുപ്പി അബൂജഹലിന്റെ മുഖത്തേക്ക് മാറാൻ പറഞ്ഞപ്പോ ദേഷ്യം വന്ന അബൂജഹല് വലിച്ചു പുറത്തിട്ട് അടിവയറ്റിന് കുന്തമിറക്കിയിട്ട് കൊന്നു. എന്തായിരിക്കും അവരുടെ ആ സമയത്തുള്ള നിലവിളിയൊക്കെ? എന്തായിരിക്കും അന്ന് മക്ക കേട്ട അവരുടെ കരച്ചിലേക്ക് ഒരു കടുപ്പം, ആ വേദന തിന്നുമ്പോൾ? നമുക്കെല്ലാം ലാഘവമാണ്. നമുക്കിതൊന്നൊരു വിഷയമേ അല്ല. പള്ളിക്ക് പള്ളി, മദ്രസക്ക് മദ്രസ, സംഘടനക്ക് സംഘടന, കൂട്ടായ്മക്ക് കൂട്ടായ്മ, ഇഷ്ടംപോലെ പരിപാടികൾ, അങ്ങനെ നല്ല സുഭിക്ഷമായിട്ട് മുന്നോട്ട് പോവാൻ. പക്ഷെ ഈ നമ്മളെ കൈമേൽ എത്തിയ ഒരു വഴിയുണ്ടല്ലോ, അതാരും ചിന്തിക്കുന്നേയില്ല. അബ്ദുള്ള, അമ്മാറിന്റെ അനുജൻ അബ്ദുല്ലാഹി ഇബ്നു യാസിർ ഒരു മരത്തിന്റെ കൊമ്പിൽ കെട്ടിത്തൂക്കിയിട്ട് അമ്പെയ്തിട്ട് കൊന്നു അമ്മാർ റളിയല്ലാഹുവിന്റെ മുമ്പിൽ നിന്ന്. അനിയനെ കണ്ണിന്റെ മുമ്പിൽ നിന്ന് 3 ആൾ ഷഹീദായി. എന്തിനായിരുന്നു? ഒറ്റ
ഒറ്റ ആവശ്യമാണ്, ജസ്റ്റ് ഒന്ന് ലാത്ത് തന്നെ വലുത്, ഉസ്സ തന്നെ വലുത്, മുഹമ്മദ് കള്ളനാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് വെറുതെ പറഞ്ഞാൽ മതി, രക്ഷപ്പെടും. അനങ്ങിയില്ല. അഹദുൻ 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 ഇതന്നെ. പിൽക്കാലത്ത് ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു ബിലാൽ ബിൻ റബാഹിനോട് റളിയല്ലാഹു അൻഹു, നീ എന്തിനാ അന്ന് ഉമയ്യത്തും ആൾക്കാരും നിന്നെ ശിക്ഷിക്കുമ്പോൾ ഈ ഒറ്റ വാക്ക് മാത്രം പറഞ്ഞുകൊണ്ടിരുന്നത്? അപ്പൊ അദ്ദേഹം പറഞ്ഞു, അതല്ലാണ്ട് വേറെ ഒന്നും ദീനിൽ എനിക്ക് അറിയൂലായിരുന്നു. നമുക്ക് എന്തെല്ലാം അറിയാം? എത്ര ക്ലാസ്, എത്ര ഖുതുബ, എത്ര പ്രഭാഷണം, എത്ര പുസ്തകങ്ങൾ, എത്ര അറിവും വിവരവും വെച്ചിട്ടാണ് നടക്കും നമ്മൾ. എന്നാലും ആദർശത്തിൻ്റെ മുന്നിൽ ചിലപ്പോഴൊക്കെ വീണുപോവാണ്. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് നസീബാക്കി തരട്ടെ. അമ്മാർ റളിയല്ലാഹു അൻഹുവിനെ കുഴിച്ചിട്ടു, ക്രൂരമായി പീഡിപ്പിക്കാൻ തുടങ്ങി. ഇരുമ്പിന്റെ പടച്ചട്ട ധരിപ്പിച്ച് വെയിലത്ത് നിർത്തും. മക്കത്തെ വെയിലത്ത്. കേരളത്തിൽ നിന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് മനസ്സിലാവില്ല അതിന്റെ ഗൗരവം. ഗൾഫ് പോയാക്ക് തിരിയും. ഇരുമ്പിന്റെ പടച്ചട്ട് ധരിപ്പിച്ചിട്ട് അബൂജഹൽ അമ്മാർ ബിൻ യാസിറിനെ മക്കയിലെ വെയിലത്ത് നിർത്തും. രാത്രിയാവുമ്പം വാള് പഴുപ്പിച്ച് നെഞ്ചിൽ കുത്തിയിട്ട് ഇറക്കും. ഒറ്റ കാര്യം അമ്മാർ പറഞ്ഞാൽ മതി, നിങ്ങൾ പറയും പോലെ തന്നെ. അമ്മാർ ഒരു അനക്കമില്ല, ഒരു കുലുക്കമില്ല. അവസാനം വേദന സഹിക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നപ്പം പറഞ്ഞു പോയി, നിങ്ങൾ പറയും പോലെ തന്നെ, ലാ തന്നെ വലുത്, ഉസ്സ തന്നെ വലുത്, മുഹമ്മദ് കള്ളനാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അബൂജഹല് രാക്ഷസനെ പോലെ പൊട്ടിച്ചിരിച്ചു, എന്തോ നേടി വിജയിച്ച ആളെപ്പോലെ. ഏറ്റവും വിളിച്ചു പറഞ്ഞെന്താ അറിയോ? ആ കറുത്ത ബിലാൽ ബിൻ റബാഹിന്റെ മുമ്പിൽ യജമാൻ ഉമയ്യ തോറ്റു, പക്ഷെ അമ്മാറിന്റെ മുമ്പിൽ ഞാൻ ജയിച്ചു. അപ്പോഴും മോനി ധിക്കാരാണ്. ഈ പാവങ്ങളെ ഇങ്ങനെ പീഡിപ്പിക്കുന്നതിലും അതിലും അഹങ്കാരത്തിന്റെ വാക്കാണ്. അമ്മാർ ബിൻ യാസിർ ഓടി ദാറുൽ അർഖമിലേക്ക്, യാ റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, വേദന തിന്നാൻ പറ്റാണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞു പോയി നബിയെ. സുൽത്താന്റെ ചോദ്യം എന്താ അറിയോ? കൈഫ വജദ്ത ഖൽബക്, നീ അത് പറയുമ്പോൾ നിന്റെ മനസ്സിന്റെ അവസ്ഥ എന്തായിരുന്നു? മുത്മഇന്നൻ ബിൽ ഈമാനി യാ റസൂലല്ലാഹ്, ഉള്ളിൽ പക്ക മുവഹിദാണ് ഞാൻ, ഉള്ളിൽ ഞാൻ പക്ക മുഅ്മിനാണ്, പക്ഷെ വേദന സഹിക്കാൻ പറ്റാണ്ട് പറഞ്ഞു പോയതാണ്. അപ്പൊ തന്നെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യാ അമ്മാർ ഇൻ ആദൂ ഫഉദ്, ഇനിയും അവരങ്ങനെ ചെയ്താൽ നീ അങ്ങനെ തന്നെ പറഞ്ഞോളിൻ. കാരണം ഇല്ലാ മൻ ഉക്രിഹ വഖൽബുഹു മുത്മഇന്നും ബിൽ ഈമാൻ. ഏഴാകാശത്തിന്റെ അപ്പുറത്ത് അമ്മാർ ബിൻ യാസിറിന്റെ തൗഹീദിലെ തഹ്ഖീഖ് അള്ളാഹു ഒപ്പിട്ട് സ്വീകരിച്ചു. എൻ്റെ നിങ്ങളെയോ? എന്തായിരിക്കും അവസരം? ടെസ്റ്റ് വന്നാൽ ഒരു പരീക്ഷ. ഈ പ്രസംഗിക്കുന്ന എൻ്റെയും ഈ കാട്ടമ്പള്ളി പള്ളിയിലെ പ്രവർത്തകരുടെയും കമ്മിറ്റിക്കാരുടെ ഒക്കെ തൗഹീദിൻ്റെ എക്സാം അള്ളാൻ്റെ ഭാഗത്തുനിന്ന് എത്രയുണ്ടാവും നമ്മളെ മാർക്ക്? 7 ആകാശത്തിൻ്റെ അപ്പുറത്തുനിന്ന് അള്ളാഹു അമ്മാർ ബിൻ യാസിറിന് സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ. ഇല്ലാ മൻ ഉക്രിഹ വഖൽബുഹു, ആഹു അമ്മാറാണ് റളിയല്ലാഹു അൻഹു മുത്മഇന്നും ബിൽ ഈമാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനത്തെ പള്ളിയിലിരിക്കുകയാണ്. കൊല്ലം കുറേ കഴിഞ്ഞു, അവർ മദീനത്തെത്തി. ഒരു ദിവസം സഹാബാക്കളൊക്കെ ഇരിക്കുകയാണ്. അപ്പോൾ പറഞ്ഞു, മാ അദ്രി ഖദ്റ ബഖാഇ ഫീകും, ഇനി ഞാൻ എത്ര കാലം നിങ്ങളുടെ കൂടെ ഉണ്ടാവും എന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് ഇഖ്തദു ബില്ലദൈനി മിൻ ബഅദി, എനിക്ക് ശേഷമുള്ള 2 ആളുകളെ നിങ്ങൾ പിൻപറ്റണം, അബൂബക്കറും ഉമറും റളിയല്ലാഹു അൻഹുമാ. വഹ്തദു ബിഹദി അമ്മാരിൻ, അമ്മാറിൻ്റെ വഴി നിങ്ങൾ നിങ്ങളുടെ വഴിയായി സ്വീകരിച്ചോളണം. 2 സർട്ടിഫിക്കറ്റ്, ഒന്ന് ആകാശത്തിനപ്പുറത്തുനിന്നും ഒന്ന് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സർട്ടിഫിക്കറ്റും. അമ്മാറിൻ്റെ വഴി നിങ്ങളുടെ വഴിയായി സ്വീകരിച്ചോളണം. തൗഹീദ് അറിയാത്ത ഒരാൾ എങ്ങനെയാണ് സ്വീകരിക്കുക? ലാ ഇലാഹ ഇല്ലല്ലാഹിന്റെ മസ്അല അറിയാത്ത ഒരാൾ എങ്ങനെയാണ് സ്വീകരിക്കുക? ലാ ഇലാഹ ഇല്ലല്ലാഹിന്റെ ഷർത്ത് അറിയൂല, അതിൻ്റെ റുക്ൻ അറിയൂല, അത് ബാത്തിലാവുന്ന കാര്യങ്ങൾ അറിയൂല, അത് സംരക്ഷിക്കാനുള്ള മറ്റ് അദബുകൾ അറിയൂല. ഇതൊന്നും അറിയാണ്ട് എങ്ങനെയാണ് സംരക്ഷിക്കുക? ഒരു ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മുലിഅ അമ്മാറുൻ ബിൽ ഈമാനൻ ഇലാ മുശാശിഹി, അമ്മാർ തൻ്റെ കാലിൻ്റെ പെരുവിരൽ വരെ ഈമാൻ കൊണ്ട് നിറക്കപ്പെട്ടിരിക്കുന്നു എന്ന്. അവർ പോയ സ്വർഗത്തിലേക്ക് പോകാനാണ് നമ്മൾ ഈ പണി ഒത്തെടുക്കുന്നത്. പക്ഷെ വെറുതെ പോകുന്നില്ല, അറിയണ്ട, നമ്മൾ അറിയുന്ന വേണം. നമ്മളുടെ
കലിമത്തു തൗഹീദിനോടുള്ള അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളോടുള്ള നമ്മളുടെ ഒരു താല്പര്യക്കുറവ് സൂചിപ്പിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ വില കൽപ്പിക്കുന്നില്ല എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ പള്ളിയിൽ ഇത്ര ആൾക്കാരൊന്നും അല്ല ഉണ്ടാവുക. കട്ടപ്പള്ളിയിൽ ഇത്ര അല്ലല്ലോ സലഫികളുള്ളത്. സംഘടനാ ക്ലാസ് അല്ലല്ലോ സംഘടന നോക്കിയിട്ട് വരാൻ നിൽക്കാൻ. സംഘടനാ ക്ലാസ് ആണെങ്കിൽ അത് മറ്റേ സംഘടന, ഇത് ഈ സംഘടന, നമുക്കത് നോക്കിയിട്ട് പോയാൽ മതി എന്ന് പറയാം. ഇത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ക്ലാസ് അല്ലേ, ഇത് തൗഹീദിന്റെ ക്ലാസ് അല്ലേ. എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങി തിരിഞ്ഞ് മിൽജുൽ, അല്ല ഉറുദുക്കാരെ പറയും പോലെ മിൽജുൽ, ദലുവായിട്ടല്ല മുഷക്കൽ. ദീനിനോടല്ല താല്പര്യം, കലിമത്തിനോടല്ല താല്പര്യം, കൂറ് ലാ ഇലാഹ ഇല്ലല്ലാഹിനോടല്ല, വേറെന്തിനോടോ ആണ്. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. പ്രിയപ്പെട്ടവരെ, ശ്രദ്ധിച്ചേ പറ്റുള്ളൂ, അറിയേണ്ടത് നമ്മൾ അറിഞ്ഞേ പറ്റുള്ളൂ. അവസാനം മലക്കുൽ മൗത്ത് വന്ന് ദുനിയാവെന്ന് കൊണ്ടുപോകുന്ന അസെക്കൻഡോടുകൂടെ എല്ലാം അവസാനിച്ചു, സർവബന്ധങ്ങളും തീർന്നു. ഒറ്റക്ക് വലഖദ് ജിഅ്തുമൂന ഫുറാദ, ഒറ്റക്ക്. നേതാവിന്നില്ല, സംഘടനന്നില്ല, പണ്ഡിതന്മാരാണെന്നില്ല, ആരായാലും ഒറ്റക്ക്. അയാളും അയാളുടെ ഈമാനും. ഇന്നല്ലദീന ആമനു വഅമിലുസ് സാലിഹാത്ത്. ആരും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, യാ ഫാത്തിമ ബിൻത റസൂലില്ലാഹ്, അള്ളാന്റെ റസൂലിന്റെ മോളായ ഫാത്തിമ. ആ വിളിൻ്റെ ഒരു രീതി കണ്ടെങ്കിൽ, അള്ളാന്റെ റസൂലിന്റെ മോളായ ഫാത്തിമ, അൻഖിദി നഫ്സകി മിനന്നാർ, നീ നിന്നെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിക്കോളെ. ലാ ഉഗ്നി അൻകി മിനല്ലാഹി ശൈഅ. നിന്റെ ഉപ്പ റസൂലാണ്, അഷ്റഫുൽ മഖ്ലൂഖാത്ത്. നിന്റെ ഉപ്പ വാതിൽ മുട്ടുമ്പോഴേ സ്വർഗം തുറക്കുകയുള്ളൂ. എന്നാലും മഹ്ശറിൽ ഞാൻ നിനക്ക് ഒരു ഉപകാരവും ചെയ്യൂല. നീ അവിടെ പോയിട്ട് ഞാൻ മുഹമ്മദ് റസൂലുള്ളാഹിന്റെ മോളാണെന്ന് പറഞ്ഞാലൊന്നും അള്ളാഹു നിന്നെ രക്ഷപ്പെടുത്താൻ പോകുന്നില്ല. അൻഖിദി നഫ്സക്, നീ നിന്നെ സൂക്ഷിച്ചോ, സംരക്ഷിച്ചോ. എങ്ങനെ? തൗഹീദ് കൊണ്ട് മാത്രം. കാരണം തൗഹീദില്ലാത്ത, പോറലേറ്റ തൗഹീദ് കൊണ്ട് പോലും നാളെ രക്ഷപ്പെടാൻ പറ്റൂല. അതുകൊണ്ടാണ് ശിർക്ക് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തല്ലോ. പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട്, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അൻ ഉശ്രിക ബിക ശൈഅൻ അഅലമു. അല്ലാഹുവേ, അറിഞ്ഞോണ്ടെങ്ങാനും ശിർക്ക് വരുന്നതിന് തൊട്ട് ഞാൻ കാവൽ തേടുന്നു. വഅസ്തഗ്ഫിറുക ലിമാ ലാ അഅലം. അറിയാണ്ട് വന്നു പോകുന്നതിനെ തൊട്ട് ഞാൻ നിന്നോട് പൊറുക്കലിനെ തേടുന്നു. എങ്ങനെ അറിയാണ്ട് വരിക? തൗഹീദിന്റെ ദാഇയായ നബിയും റസൂലുമായ ഒരാൾക്ക് എങ്ങനെയാ തൗഹീദിൽ അബദ്ധം വരൂല? നമ്മളെ പഠിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു, നിങ്ങൾ വളരെ ശ്രദ്ധിച്ചോളണം. പക്ഷെ എൻ്റെ പ്രിയപ്പെട്ടവരെ, അതുമായി ബന്ധപ്പെട്ട ഇൽമില്ലാതെ, അതറിയാതെ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റൂല. ഫസ്അലൂ അഹ്ല ദിക്രി ഇൻ കുൻതും ലാ തഅലമൂൻ. അറിയില്ലേ എന്ന് അറിയുന്ന ആൾക്കാരോട് ചോദിച്ച് പഠിച്ച് മനസ്സിലാക്കി വെക്ക്, അതിനൊന്ന് ക്ലിയറാക്ക്. അമലുകൾ പിന്നെയും പരിഹരിക്കപ്പെട്ടേക്കാം. ഇപ്പൊ ഫർളായ അമലുകൾ സുന്നത്ത് കൊണ്ട് പരിഹരിച്ചിട്ടുണ്ട് റബ്ബുൽ ഇസ്സത്ത്. ഒരാളെ ഫർദുകളെല്ലാം തൂക്കി, പക്ഷെ മീസാനിൽ ഭാരം കൂടുന്നില്ല. മലക്കള് പറയുമ്പോൾ അല്ല പറയുന്ന വാക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഉൻദുറൂ ഹൽ യഅബ്ദി മിൻ തതവ്വു. എൻ്റെ അടിമക്ക് എന്തെങ്കിലും സുന്നത്തായ കർമ്മങ്ങൾ ഉണ്ടോ നോക്ക്, ഉണ്ടെങ്കിൽ അത് വെച്ച് പരിഹരിച്ച് രക്ഷപ്പെടുത്തി വിട്. അതാരെ? മുവഹിദിനെ. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശഫാഅത്ത് അത് കിട്ടിയേ പറ്റൂ മഹ്ശറിൽ. അതില്ലാണ്ട് ഒരാൾക്ക് രക്ഷയില്ല. ആദ്യം തന്നെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ശഫാഅത്ത് കൊണ്ട് മഹ്ശർ തുടങ്ങുക. അതിനർഹത മുവഹിദിനാണ്, തൗഹീദുള്ളവനാണ്. അതുകൊണ്ടാണ് ഉലമാക്കള്, പ്രത്യേകിച്ച് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹു തആലയെ പോലുള്ളവർ ഇത്ര ഗൗരവകരമായ കിതാബുകൾ എഴുതി നമ്മളെ കൈമ കൊണ്ട് തന്നിട്ട് പറഞ്ഞു, വായിച്ച് പഠിച്ച് ക്ലിയറായി രക്ഷപ്പെട്ടു പോകും. പക്ഷേ നമുക്ക് താല്പര്യമില്ല, നമ്മളോട്ട് അറിയാൻ ആഗ്രഹിക്കുന്നില്ല. ഈ നമ്മൾ എന്ന് പറയുമ്പോൾ നിങ്ങളെല്ലാം പറയുന്നത് കേട്ടോ, അങ്ങനെ തെറ്റിദ്ധരിച്ചു പോകരുത്. മൊത്തത്തിൽ പറയുന്നതാണ്, മൊത്തത്തിൽ. അമ്മൻ
പക്ഷെ അൽഹംദുലില്ലാ അള്ളാഹു തൗഫീക്ക് തന്നിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിനെ സ്തുതിക്കണം. അൽഹംദുലില്ലാ. കേൾക്കാനും പഠിക്കാനും വായിക്കാനും പഠിപ്പിക്കാനും മനസ്സിലാക്കാനും അങ്ങനെ ജീവിക്കാനും ഏറ്റവും വലിയ തൗഫീഖ് ഇതാ. ഒരാൾക്ക് ദുനിയാവ് ഒന്നും കിട്ടിയില്ല എന്ന് വെച്ചോ, ഒന്നും കിട്ടിയില്ല, അള്ളാഹുവിൻ്റെ വെറുപ്പിൻ്റെ അടയാളമല്ല. ഒരാൾക്ക് ദുനിയാവ് ഇഷ്ടം പോലെ കിട്ടി, അത് അള്ളാഹിൻ്റെ ഇഷ്ടത്തിൻ്റെ അടയാളവും അല്ല. എന്നാൽ ഒരാൾക്ക് ദീൻ കിട്ടി, അത് അള്ളാഹിൻ്റെ ഇഷ്ടത്തിൻ്റെ അടയാളമാണ്. ഒരാൾക്ക് ദീൻ കിട്ടിയില്ല, അത് അള്ളാഹിൻ്റെ വെറുപ്പിൻ്റെ അടയാളമാണ്. അത് വേർതിരിച്ച് മനസ്സിലാക്കണം. ബിലാൽ ഇബ്നു റബാഹ റളിയല്ലാഹു അൻഹു അങ്ങനെ അള്ളാഹ് ഇഷ്ടപ്പെട്ടവരുടെ കൂട്ടത്തിൽ ഒരാളാണ്. മക്കക്കാരോ, അബൂജഹലോ, ഉത്ബ, ശൈബ, വലീദ് ഇബ്നുൽ മുഗീറ, ഉബയ്യ് ഇബ്നു ഖലഫ്, വലിയ വലിയ പൈസക്കാരും പ്രമാണിമാരും തറവാട്ടുകാരുമാണ്. ഒന്നിനെയും അള്ളാഹു വേണ്ടെന്ന് വെച്ചു. 70 ബദറിൽ ചത്തൊടുങ്ങിയത്. അതിൻ്റെ ഇടയിൽ നിന്ന് അള്ളാഹു സെലക്ട് ചെയ്തതോ ബിലാൽ ഇബ്നു റബാഹിനെ റളിയല്ലാഹു അൻഹു. ദീൻ അള്ളാഹു ഇഷ്ടം കൊണ്ട് തരുന്നതാണ്, അള്ളാഹിൻ്റെ മശീയത്ത്പ്പെട്ടതാണ്. ദുനിയാവ് തന്ന അള്ളാഹ് ഇഷ്ടമാണ് തെറ്റിദ്ധരിച്ചു പോകേണ്ടത്. ചിലപ്പം ഇസ്തിദ്റാജായിരിക്കും. അള്ളാഹു കാത്തി രക്ഷിക്കട്ടെ. ഇസ്തിദ്റാജ് എന്ന് പറഞ്ഞാൽ അള്ളാഹു പറഞ്ഞു പരിശുദ്ധ ഖുർആനിൽ, വഇദാ അറദ്നാ അൻ നുഹ്ലിക ഖർയതൻ അമർനാ മുത്രഫീഹാ. ഒരു ജനതയെ നാം നശിപ്പിക്കാൻ തീരുമാനിച്ചാൽ ഞാൻ കൊടുത്തേ തിരിച്ചെടുക്കൂന്നല്ല റബ്ബ് പറഞ്ഞ്. അമർനാ മുത്രഫീഹ, അവരെ ഞാൻ സുഖലോലുപന്മാരാക്കി കളയും. ഫഫസഖൂ ഫീഹ, അവരതിലങ്ങനെ ആണ്ട് പൂണ്ടുപോകും, സുഖത്തിലും രസത്തിലും. ഫഹഖ അലൈഹിൽ ഖൗൽ, അപ്പം അവൻ്റെ തീരുമാനം വരും. ഫദമ്മർനാഹ തദ്മീറാ. ദീനില്ലാണ്ട് ദുനിയാവ് കിട്ടുന്നുണ്ടെങ്കിൽ സംതിങ് റോങ്. അത് സൂക്ഷിക്കേണ്ടതാണ്. അത് അപകടമാണ്, ഇഷ്ടം കൊണ്ട് തന്നതല്ല. എന്നാൽ ദീനിനോടൊപ്പം അള്ളാഹു ദുനിയാവ് തന്നാൽ അത് ഓശാരമാണ്. ദീൻ കൊണ്ട് അള്ളാഹു തന്ന ഫദ്ലാണ്, ഔദാര്യമാണ്. സഹാബാക്കളിൽ പലർക്കും അള്ളാഹു കൊടുത്ത പോലെ. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ നവാഖിദുൽ ഇസ്ലാം നമ്മൾ വായിക്കുന്നതും കേൾക്കുന്നതും മനസ്സിലാക്കുന്നതും ഒക്കെ തൗഹീദ് സംരക്ഷിക്കപ്പെടേണ്ടതാണ്. നമ്മളെ അറിവില്ലായ്മ കൊണ്ട് അല്ലെങ്കിൽ നമ്മൾ ശ്രമിക്കാത്തത് കൊണ്ട് മലക്കുൽ മൗത്ത് വന്ന് കൂട്ടിക്കൊണ്ടുപോകുന്ന സമയത്ത് തൗഹീദിന് എന്തെങ്കിലും ഒരു കോട്ടം സംഭവിച്ചു പോയാൽ ഉത്തരവാദി നമ്മൾ മാത്രമാണ്. ഷൈത്താന്റെ ഖുത്ബ അറിയാലോ, ഞാൻ ഇവിടെ പറഞ്ഞോന്നറിയില്ല. ഇബ്ലീസിന്റെ മഹ്ശറിൽ ഒരു പ്രസംഗമുണ്ട് ഇബ്ലീസിന്. അത് അള്ളാഹു കൊടുക്കുന്നൊരു അവസരമാണ്. എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കി കഴിഞ്ഞതിന് ശേഷം, ഖളാ കഴിഞ്ഞതിന് ശേഷം സ്വർഗവാസികളെ സ്വർഗത്തിലേക്ക് അയച്ചു, നരകവാസികളെ നരകത്തിലേക്ക് അയച്ചു കഴിഞ്ഞു. അവിടെ ഒരു മിമ്പർ കൊണ്ടുവരും, അതിൻ്റെ മുകളിൽ ഷൈത്താൻ കയറി നിൽക്കും. എന്നിട്ടൊരു പ്രസംഗമുണ്ട് ഷൈത്താൻ. അലം യഅദുക്കും റബ്ബ്, നിങ്ങളോട് അള്ളാഹു സത്യമായ വാഗ്ദാനങ്ങൾ ചെയ്തു. വവഅദ്തുക്കും, ഞാനും നിങ്ങൾക്ക് കുറേ വാഗ്ദാനങ്ങൾ തന്നു. ഫഅഖ്ലഫ്തും മൗഇദി, പക്ഷെ എൻ്റെ വാഗ്ദാനങ്ങൾക്ക് വെറും കള്ള വാഗ്ദാനങ്ങളായിരുന്നു. നിങ്ങൾ സ്വീകരിച്ചതോ എൻ്റെതും, അള്ളാൻ്റെ നിങ്ങൾ സ്വീകരിച്ചിട്ടില്ല. അലം യഅദുക്കും റബ്ബുക്കും വഅദൽ ഹഖ് വവഅദ്തുക്കും ഫഅഖ്ലഫ്തുക്കും. അള്ളാഹ് നിങ്ങൾക്ക് തന്ന വഅദ ഒക്കെ സത്യമായിരുന്നു, ഞാൻ തന്നതോ വെറും കള്ള വഅദയാണ്. കാരണം എൻ്റെ ജോലി അതായിരുന്നു, നിങ്ങളെ പറ്റിക്കല്. വമാ കാന ലി അലൈക്കും മിൻ സുൽത്താനിൻ ഇല്ലാ അൻ ദഅഉതുക്കും ഫസ്തജബ്തും ലി. എന്നെ അള്ളാഹ് ഏൽപ്പിച്ച ജോലി നിങ്ങളെ വഴികേടിലേക്ക് വിളിക്കലാണ്. നിങ്ങൾക്ക് ഇങ്ങനത്തെ മോഹന വാഗ്ദാനങ്ങളും വാദകളും കള്ള വാദകളും വാഗ്ദാനങ്ങളും നിങ്ങൾക്ക് തരുത്താൻ, നിങ്ങളെ വിശ്വാസത്തിലാക്കലാണ്, നിങ്ങളെ പറഞ്ഞു പറ്റിക്കലാണ് എൻ്റെ ജോലി. ഫസ്തജബ്തും ലി, നിങ്ങൾ സ്വീകരിച്ചു. മാഷല്ല ഇബ്ലീസിന്റെ പ്രസംഗം ഇത്, ഖുതുബ. ഫസ്തജബ്തും ലി ഫലാ തലൂമൂനി വലൂമു അൻഫുസക്കും മാ അന ബിമുസ്രിഖിക്കും വമാ അൻതും ബിമുസ്രിഖി. നിങ്ങൾക്ക് എന്നെയും ഇന്ന് സഹായിക്കാൻ പറ്റൂല, എനിക്ക് നിങ്ങളെയും സഹായിക്കാൻ പറ്റൂല. നമ്മൾ രണ്ട് കൂട്ടക്കാരും പെട്ടു. പക്ഷെ ആ പെടൽ ദുനിയാവ് നമുക്ക് മനസ്സിലായില്ല. ആ പെടല് ഇവിടെ നമുക്ക് ആ സുഖത്തില് രസത്തില് തീരുമാനം ഉണ്ടായില്ല. ഇപ്പൊ നമ്മൾ പെട്ടു. അതുകൊണ്ട് ഫലാ തലൂമൂനി, എന്നെ കുറ്റപ്പെടുത്തണ്ട, എന്നെ ആക്ഷേപിക്കണ്ട, എന്നെ ചീത്ത പറയണ്ട. വലൂമു അൻഫുസക്കും, നിങ്ങൾ എന്നെ കുറ്റം പറഞ്ഞാൽ മതി, വേറെ പറഞ്ഞിട്ടും കാര്യമില്ല. അതുകൊണ്ട് അപ്ന
ദീൻ്റെ കാര്യത്തിൽ അപ്പന ആദ്യം സ്വന്തം കാര്യം. യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും, നിങ്ങൾ നിങ്ങളെ നോക്കിക്കോളി, നിങ്ങളെ കുടുംബത്തെയും നിങ്ങൾ ശ്രദ്ധിച്ചോളി, നരകത്തിൽ പോവാതെ. അതിനു വേണ്ടിയാണ് നമ്മൾ കിതാബുകൾ വായിക്കുന്നതും അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് നസീബാക്കി തരട്ടെ. നമ്മൾ രണ്ട് പ്രധാനപ്പെട്ട നാഖിദുകളെ സംബന്ധിച്ച് പറഞ്ഞു. അതിലൊന്ന് ശിർക്കാണ്, രണ്ടാമത്തേത് അതിൽപ്പെട്ട തന്നെ എന്നാൽ ഇന്ന് അധികം ആളുകളും ശിർക്കിൽ പെട്ടത് അതായതുകൊണ്ട് ഷെയ്ഖ് രണ്ടാമത്തെ നമ്പറിൽ അതെടുത്തു പറഞ്ഞു. മൻ ജഅല ബൈനഹു വബൈനല്ലാഹി വസാഇത യദ്ഉഹും വയതവക്കലു അലൈഹിം വയസ്അലുഹും അശ്ശഫാഅ കഫറ ഇജ്മാഅൻ. ഒരാൾ തൻ്റെയും അള്ളാഹുവിൻ്റെയും ഇടയിൽ ഇടയാളന്മാരെ ഉണ്ടാക്കുകയും ആ ഇടയാളന്മാരോട് ദുആ ചെയ്യുകയും അവരിൽ ഭരമേൽപ്പിക്കുകയും അവരോട് ശുപാർശ ചോദിക്കുകയും ചെയ്താൽ കഫറ ഇജ്മാഅൻ, ഒരാൾക്കും അഭിപ്രായ വ്യത്യാസമില്ലാതെ അവൻ കാഫിറായി പോയിരിക്കുന്നു. അതായിരുന്നു മക്കത്തെ മുശ്രിക്കിന് പറ്റിയ കുഫർ, ഷിർക്ക്. മക്കത്തെ മുശ്രിക്കിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഷിർക്കിന്റെ അസ്ല് അതാണ്. ഇന്നങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഇന്നാള് നമ്മൾ പറയുന്നില്ല, നമുക്ക് അവകാശമില്ല, അതിനെ പറ്റിയ ആൾക്കാരും അല്ല നമ്മൾ, കാരണം അത് ഷർത്തുകൾ പാലിച്ചേ പറയാൻ പറ്റുള്ളൂ. പക്ഷെ അന്നത്തെ മക്ക മുശ്രിക്ക് ഇപ്പറഞ്ഞ തരത്തിൽ ഷിർക്ക് ചെയ്തപ്പോ, എപ്പറഞ്ഞ തരത്തിൽ അള്ളാഹുവിൻ്റെ റുബൂബിയത്തിനുള്ള വഹ്ദാനിയത്ത് അംഗീകരിക്കുന്നതിനോടൊപ്പം അള്ളാഹുവിലേക്ക് ഇടയാളന്മാരെ ഉണ്ടാക്കുകയും എന്നിട്ട് അവരോട് ദുആ ചെയ്യുകയും ചെയ്തപ്പോൾ അള്ളാഹു അവരെ മുശ്രിക്കെന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ അപ്പരിപാടി ഇന്ന് ദുനിയാവിൽ ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അവരും അതേ ഹുക്കുമിൽ പെട്ടവരാണ്. പക്ഷെ നമുക്കങ്ങനെ കാണാൻ കഴിയുന്നില്ല എന്ന് മാത്രം. അത് നമ്മളെ ഈ മിക്സായിട്ടുള്ള ഇവിടുത്തെ നാട്ടിലുള്ള ആ ജീവിതമുണ്ടാക്കിയൊരു പ്രശ്നമാണത്. കാരണം തൊട്ട അയൽവാസിയായിരിക്കും, അല്ലെങ്കിൽ പണ്ടേ നമ്മൾ പള്ളിയിൽ ഒന്നാമത്തെ സഫിൽ കാണുന്ന ആളായിരിക്കും, അല്ലെങ്കിൽ നാട്ടിൽ വലിയ ആലിമോ ഖതീബോ ഖാദിയോ ഒക്കെ ആയിരിക്കും. അതുകൊണ്ട് നമ്മളെ മനസ്സിൽ തന്നെ പെട്ടെന്ന് അയാളെങ്ങനെ നമ്മളങ്ങനെ പറയുക. പക്ഷെ ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടിൽ അയാൾ കാഫിറും മുശ്രിക്കും മുർത്തദ്ദുമാണ്. രണ്ട് കാരണത്തിനും അള്ളാഹു തെളിവ് പറഞ്ഞു. പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറഞ്ഞു, ഒന്ന് സൂറത്തു സുമറിന്റെ 4-ാമത്തെ ആയത്ത്, അലാ ലില്ലാഹി ദീനുൽ ഖാലിസ് വല്ലദീന ഇത്തഖദു മിൻ ദൂനിഹി ഔലിയാ മാ നഅബുദുഹും ഇല്ലാ ലിയുഖർരിബൂനാ ഇലല്ലാഹി സുൽഫ. ആ വാദമുള്ളവൻ മുശ്രിക്കാണ്, ഇസ്ലാം ഒന്ന് പുറത്താണ്. ആ വാദമുള്ള പുതിയാപ്പൾ നമ്മളെ മോക്കെടുക്കാനും പറ്റൂല, ആ വാദമുള്ള പെണ്ണിനെ നമ്മളെ മോന് പുതിയണ്ണായിട്ട് എടുക്കാനും പറ്റൂല, ആ വാദമുള്ള ഉപ്പാനെടുത്തിൻ്റെ അനന്തരാവകാശ സ്വത്ത് നമുക്ക് വാങ്ങാനും പറ്റൂല, ആ വാദമുള്ള ഉപ്പാക്ക് നമ്മുടെ സ്വത്ത് മരിച്ചു കഴിഞ്ഞാൽ കൊടുക്കാനും പറ്റൂല. ആരാ ഇത് പാലിക്കുന്നുള്ളത്? എത്ര പേരുണ്ടായിരുന്നത് നാട്ടിൽ പാലിക്കുന്നവർ? ആ ഒറ്റവാദം, നമ്മൾ അവർക്ക് ഇബാദത്ത് ചെയ്യുന്നില്ല. ആർക്ക്? ഈ അടയാളന്മാർക്ക്. ഇതെല്ലാം പെട്ടു. മൊയ്തീൻ ഷേഖ് തൊട്ട് ബദരീങ്ങൾ തൊട്ട് തങ്ങന്മാര്, ബാവന്മാര്, ബീവിമാര്, ഈ ദാരം ദർഗ, ഇതെല്ലാം ഇതിൽ പെട്ടു. നമ്മൾ അവർക്ക് അവർ അടുപ്പിക്കാനല്ലാതെ നമ്മളെ ഇലല്ലാഹി അള്ളാഹുവിലേക്ക് സുൽഫ ഇടയാളന്മാരായിക്കൊണ്ട്. ഇതെല്ലാം അവർ പറയും. നമ്മൾ ആരെങ്കിലും ഇതിനൊക്കെ അള്ളാഹു വന്ന് മനസ്സിലാക്കിയിട്ട് വിളിക്കുന്നുണ്ടോ? നമ്മൾ അവർക്ക് അള്ളാഹു കൊടുത്ത കഴിവ് വെച്ച് അവരെ ഇടയാളന്മാരായി കിട്ടി ചോദിക്കുന്നേ ഉള്ളൂ. ഓ മുശ്രിക്കാണ്, ഓ കാഫിറാണ്, മുർത്തദ്ദാണ്. ഇസ്ലാമിൽ ഒരു സ്ഥാനവും അവർക്കില്ല. എന്നാൽ ഇപ്പോഴും അങ്ങനത്തെ കൈകെട്ടിയാലും നമ്മൾ വേക്ക് പോയിട്ട് അള്ളാഹു അക്ബർ. നമുക്ക് എന്താ ആദർശത്തിൻ്റെ ഖുർആനിൽ എന്താ ആത്മാർത്ഥതയുള്ളത്? നമ്മളെന്താ ഇത്രയും കാലമായിട്ട് നമ്മൾ പഠിച്ചത്? അത് വാദിച്ചും പ്രചരിപ്പിച്ചും ജനങ്ങളെ ചതിച്ചവരുടെ ആദർശം കെടുത്തിയും ജീവിച്ച പണ്ഡിതന്മാരെന്ന് പറയപ്പെടുന്ന, അല്ലെങ്കിൽ ഉമറാക്കൾ എന്ന് പറയപ്പെടുന്നവർ മരിച്ചാൽ അവരുടെ മയ്യത്ത് നിസ്കരിക്കാൻ നമ്മൾ ഒന്നാമത്തെ സഫിൽ. മയ്യത്ത് നിസ്കാരമല്ല, മയ്യത്ത് നിസ്കാരം ദുആയാണ്. മയ്യത്ത് നിസ്കാരം ദുആയാണ്. ആ ദുആ മുശ്രിക്കിന് കൊടുക്കാൻ പറ്റൂല. എന്തുകൊണ്ട്? അയാൾ മക്കത്തെ മുശ്രിക്ക് പറഞ്ഞ പോലെ പറഞ്ഞിട്ട് ജീവിച്ചവനാണ്. ആദർശത്തിൽ പ്രിയപ്പെട്ടവരെ, നല്ല കടുപ്പം വേണം. ആൾക്കാർ നമ്മളെ പിരാന്തെന്ന് വിളിക്കണം, അങ്ങനത്തെ കടുപ്പം വേണം. ആൾക്കാർ നമ്മളെ കാണുമ്പോൾ കാർക്കിച്ച് തുപ്പണം, തൂന്നാക്കിച്ച് വിടണം. ആൾക്കാർ നമ്മളെ ഒരു ജാതി പരിഹാസ കഥാപാത്രമാക്കണം. എന്തുകൊണ്ടറിയോ? മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെയൊക്കെ ആയിട്ടുണ്ട് മക്കയിൽ ആദർശത്തിന് കടുംപിടുത്തം പിടിച്ചപ്പോൾ. നമ്മളെന്താ കടുപ്പം കാണിക്കാത്തത്? നമുക്ക് ഈ പേടിയുള്ളതുകൊണ്ടാണ്.
നമ്മളെ ഭ്രാന്തനാക്കും, നമ്മളെ സ്ഥാനം പോവും, നമ്മളെ മാനം പോവും, കുടുംബത്തിൻ്റെ മാനം പോവും. ചെറിയ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് പോയാൽ പോരാ. അമലുകളിൽ അഡ്ജസ്റ്റ്മെൻ്റ് ആവാം. അമലുകളിൽ ദീൻ പറഞ്ഞിട്ടുള്ള ഇളവുകളും അഡ്ജസ്റ്റ്മെൻറ്റും ഒക്കെ ആവാം. കാരണം അതിൽ ജിഹാദ് പറ്റുമല്ലോ. ആദർശത്തിൽ ആൾക്കാർ നോക്കിയിട്ട് നമ്മളെ നോക്കിയിട്ട് പറയും, ഇവൻ ഭയങ്കര തീവ്രവാദിയാപ്പം. അതെ, ആദർശത്തിൽ തീവ്രവാദിയാണ്, ആദർശത്തിൽ തീവ്രവാദിയാണ്. ഒരാണ്ടും. കാരണം നമ്മളെ മാതൃക ബിലാലാണ്, നമ്മളെ മാതൃക അമ്മാറാണ്, നമ്മളുടെ മാതൃക ഖബ്ബാബ് ബിനുൽ അറത്തിനെ പോലത്തെ പ്രിയപ്പെട്ടവരാണ് റളിയല്ലാഹു അൻഹും അജ്മഈൻ. കടുപ്പപ്പെട്ട സംഗതിയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നാട്ടിൽ അഥവാ അങ്ങനത്തെ ഒരാളുണ്ടെങ്കിൽ, വ്യക്തമായിട്ട് അറിയുന്നവരെ പറ്റി ഞാൻ ഈ പറയുന്നു കേട്ടോ, അറിയാത്ത ഒരാളെ പറ്റി അങ്ങനെ പറയില്ല. നമ്മുടെ നാട്ടിൽ മൗലവിമാരൊക്കെ പ്രസംഗിക്കുന്നതാണെന്നില്ലേ, ധൈര്യമായിട്ട് വിളിച്ചോ എന്ന് പറയുന്നു. അതായത് മരിക്കാൻ കിടക്കുന്ന സമയം നിങ്ങൾ ലഖിനു മൗതാക്കും ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഹദീസ് സഹിഹ. നിങ്ങൾ മരിക്കാൻ കിടക്കുന്ന ആളുടെ മുമ്പിൽ ചെന്നിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ കൽപ്പിക്കണം എന്ന് പറഞ്ഞാൽ ഷെയ്ഖ് അൽബാനി റഹ്മഹുല്ലാഹു തആല പറഞ്ഞു, നിങ്ങൾ പറയുന്നു പറഞ്ഞാൽ പോരാ, നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയൂ എന്ന് പറഞ്ഞ് കൽപ്പിക്കണം അവരോട്, പറയിപ്പിക്കാൻ ശ്രമിക്കണം അവരോട്. അന്നേരം മൗലാന പ്രസംഗിക്കാണ്, സി എം എന്ന് വിളിച്ചാൽ മതി, CM വന്നിട്ട് എന്ത് പറയിപ്പിക്കുമെന്ന്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഈ വിശ്വാസമുള്ളതിനെ പറ്റി നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? മരിക്കാൻ കിടക്കുന്ന മനുഷ്യൻ CMനെ വിളിച്ചാൽ മതി. ഏത് CM? മരിച്ച് മൺമറഞ്ഞ് നാമാവിശേഷമായി പോയ ഒരു മനുഷ്യൻ, ഇൻസാൻ, മഖ്ലൂഖ്. ആ വിശ്വാസം പേർന്നാൾ എങ്ങനെ മുവഹിദാവുക? അല്ലാഹു പറഞ്ഞു, ലം യകുനിൽ ലദീന കഫറു മിൻ അഹ്ലിൽ കിതാബി വൽ മുശ്രിക്കീൻ. അടയാളനാക്കി. അതാ ശൈഖുൽ ഇസ്ലാം രണ്ടാമത് പ്രത്യേകം എടുത്തു പറഞ്ഞത്. ഇങ്ങനെ ഇടയാളന്മാരാക്കി അവരോട് ദുആ ചെയ്യുകയും അവരെ ബഹുമേൽപ്പിക്കുകയും അവരോട് ശുപാർശ ചോദിക്കുകയും ചെയ്യുന്നവർ. വയഅബ്ദൂന മിൻ ദൂനില്ലാഹി മാ ലാ യൻഫഉഹും വലാ യദുർറുഹും വയഖൂലൂന ഹൗലാഇ ശുഫആഉനാ ഇൻദല്ലാഹ്. വയഅബ്ദൂന മിൻ ദൂനില്ലാഹ്, അവർ അല്ലാഹ്ക്ക് പുറമെ എന്ന് പറഞ്ഞാൽ അല്ലാഹനെ കളഞ്ഞിട്ടല്ല, അല്ലാഹനെ നിഷേധിച്ചിട്ടല്ല. അല്ലാഹ് ഉണ്ട്, റുബൂബിയ്യത്തിൽ ഓക്കെയാണ്. മക്കത്തെ മുശ്രിക്കും അങ്ങനെ തന്നെ. ഖാലിക്കും മാലിക്കും റാസിക്കും മുദബ്ബിറും ഒക്കെ അല്ല. അതിലും ഈ കൂട്ടക്കാർ പോയി മുദബ്ബിറായിട്ട് ഇപ്പൊ CMനെ കാണുന്നു. എന്നിട്ട് അവനെന്ത് ചെയ്യും? മാ ലാ യൻഫഉഹും വലാ യദുർറുഹും, അവർക്ക് ഒരു ഉപകാരവും ചെയ്യൂല, ഒരു ഉപദ്രവം ഉണ്ടാക്കൂല. അങ്ങനത്തെ ആൾക്കാർക്ക് ഇബാദത്ത് ചെയ്യും. എന്നിട്ട് എന്തു പറയും? യഖൂലൂൻ, ചോദിച്ചാൽ പറയും, ഹൗലാഇ ശുഫആഉനാ ഇൻദല്ലാഹ്, ഇവർ അല്ലാഹുവിന്റെ അടുക്കൽ നമുക്കുള്ള ശുപാർശകരാണ്. അതാണ് രണ്ടാമതായി ഷെയ്ഖുൽ ഇസ്ലാം എന്ന് പുറത്തു പോകുന്ന സംഗതിയായിട്ട് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. അങ്ങനെ വെച്ച് നോക്കിയാൽ കാട്ടമ്പള്ളിയിൽ എത്ര മുസ്ലിമുകളുണ്ടാവും? അങ്ങനെ മനസ്സിലാക്കണം. അടുത്ത തലമുറയെങ്കിലും ഇത് രണ്ടും രണ്ടാണെന്ന് വേർതിരിച്ച് മനസ്സിലാക്കി ജീവിക്കുന്നവരായി മാറണം. ഇന്ന് നമുക്കെല്ലാം മനസ്സിലായിട്ട് നമ്മളെല്ലാം ബൈ ആവൂല. മാനുഷിക തലത്തിൽ ബൈ ആവും, ആദർശത്തിൽ ബൈ ആവൂല. നമ്മളെ മക്കൾക്കെങ്കിലും മനസ്സിലാവണം. ഈ വാദവും ഈ വിശ്വാസവും ഈ ഒരു ആദർശവും പേറി നടക്കുന്നവൻ മുസ്ലിമിൻ്റെ ഇഷ്ടപ്പെട്ടവനല്ല. അവൻ്റെ ഷഹാദത്ത് ബാത്തിലായിരിക്കുന്നു, അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തായിരിക്കുന്നു. മക്കളെയൊക്കെ അങ്ങനെ പഠിപ്പിച്ചു നോക്കണം. അതിനർത്ഥം മോന് വെള്ളം കൊടുക്കാൻ പറ്റൂല, ഭക്ഷണം കൊടുക്കാൻ പറ്റൂല, പട്ടിണി കിടണം, ഓമൊന്ന് ചോദിച്ചാൽ ഒന്നും കൊടുക്കാൻ പറ്റൂല, അതൊന്നുമല്ല. മനുഷ്യന്മാർക്ക് എല്ലാവർക്കും കൊടുക്കാം. ശിർക്ക് ചെയ്യുന്ന അബ്ദുള്ള വന്നാലും കൊടുക്കാം, അമ്പലത്തിൽ പോകുന്ന ബാലകൃഷ്ണൻ വന്നാലും കൊടുക്കാം, അലിഹിസ്സലാം ഈസ നബിനെ വിളിക്കുന്ന ജോസഫ് വന്നാലും കൊടുക്കാം. ഇനി അള്ളാഹു തന്നെ ഇല്ല എന്ന് പറയുന്ന ആൾ വന്ന് ചോദിച്ചാലും കൊടുക്കാം. കാരണം അവരെല്ലാവരും മനുഷ്യന്മാരാണ്. അതിൻ്റെ അപ്പുറത്ത് പശു വന്നു, അതിനും കൊടുക്കാം. ആട് വന്നു, അതിനും കൊടുക്കാം. പട്ടി വന്നു, അതിനും കൊടുക്കാം. കാരണം അതൊരു സഹജീവിയാണ്, നമ്മളെപ്പോഴും ജീവിക്കുന്ന ജീവികളാണ്. എന്നാൽ ആദർശത്തിൽ ആ കടുപ്പം മനസ്സിലാക്കുന്ന നാക്കിലാണ് മൂന്നാമത്തത്. കേട്ടോളെ. അസ്സാലിസ് قال المؤلف رحمه الله ഷെയ്ഖ് മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹു തആല പറഞ്ഞു, അസ്സാലിസു മൂന്നാമത്തെ കാര്യം, മൻ ഒരുത്തൻ. ശ്രദ്ധിച്ചോളൂ കേട്ടോ.
ലം യുകഫിർ, അവൻ കാഫിറാക്കുന്നില്ല ആരെ? അൽ മുശ്രിക്കീന, ശിർക്ക് ചെയ്യുന്നവനെ. ഔ അല്ലെങ്കിൽ, 3 കാര്യം പറയുന്നത്. ഔ അല്ലെങ്കിൽ ശക്ക, അവൻ സംശയിക്കുന്നു, ഫീ കുഫ്രിഹിം, ശിർക്ക് ചെയ്തവന്റെ കുഫ്റിൽ, ശിർക്ക് ചെയ്തവൻ കാഫിറാവോ ഇല്ലേ എന്ന കാര്യത്തിൽ ഡൗട്ട്. അല്ലെങ്കിൽ ഔ സ്വഹഹ, അവൻ ശരിവെക്കുന്നു, മദ്ഹബഹും, അവരുടെ ആദർശത്തെ, കഫറ ഇജ്മാഅൻ. ഈ 3 കാര്യത്തിൽ ഏതെങ്കിലും ഒന്ന് വന്നവൻ കാഫിറായിരിക്കുന്നു, അവരുടെ കൂട്ടത്തിൽ പെട്ടിരിക്കുന്നു. വെരി ഡേഞ്ചർ, വെരി ഡേഞ്ചർ. കേരളത്തിൽ എങ്ങനെപ്പം അങ്ങനെ, ഇന്ത്യയിൽ എങ്ങനെപ്പം അങ്ങനെ അറിയില്ല. ദീനിൽ അങ്ങനെയാണ്, ദീനുൽ ഇസ്ലാമിൽ അങ്ങനെയാണ്. മൻ ഒരുത്തൻ ലം യുകഫിർ അൽ മുശ്രിക്കിൻ, അള്ളാഹുവും അള്ളാഹുവിൻ്റെ റസൂലും സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇവരാണല്ലോ ഹുക്മ് പറയേണ്ടത് ദീനുൽ ഇസ്ലാമിൽ. ഈ 2 പേരും ഏതൊരുത്തനെ പറ്റി അവൻ കുഫ്റിലാണ്, ശിർക്കിലാണെന്ന് പറഞ്ഞിട്ടുണ്ടോ, അവൻ നമുക്കും കാഫിറാണ്, മുശ്രിക്കാണ്. അള്ളാഹുവും റസൂലും ഒരു വ്യക്തിയെ കാഫിറാണെന്ന് പറയുന്നതിന് കാരണം ഇന്ന കാര്യം കൊണ്ട്, അയാളുടെ വിശ്വാസം ഇന്നതായത് കൊണ്ട്, അയാൾ ഇന്നത് പറയുന്നതിനെ കൊണ്ട് അവർ കാഫിറാണ് എങ്കിൽ അവർ നമുക്കും കാഫിർ തന്നെയാണ്. മൻ ലം യുകഫിർ അൽ മുശ്രിക്കീൻ. മോക്ക് പുതിയാപ്പിള വരികയാണ്, അവിടെയൊക്കെ നമ്മളെപ്പോഴും തോക്കുന്നത്. മോക്ക് പുതിയാപ്പിള വന്നു, എന്ത് രസമായിട്ട് അള്ളാഹു സൂറത്തു തൗബയിൽ ഖുൽ ഇൻ കാന ആബാഉക്കും വഅബ്നാഉക്കും വഇഖ്വാനുക്കും വഅസ്വാജുക്കും വഅശീറത്തുക്കും വഅംവാലുൻ ഇഖ്തറഫ്തുമൂഹാ വതിജാറത്തുൻ തഖ്ശൗന കസാദഹാ വമസാകിനു തർദൗനഹാ. 8 കാര്യം, നമ്മളിങ്ങനെ ചുറ്റിപ്പറ്റി കിടക്കുന്ന 8 കാര്യം. ഒന്ന്, നിങ്ങളുടെ മാതാപിതാക്കൾ, അവർക്ക് വേണ്ടിയൊക്കെ ചിലപ്പോൾ ആദർശം മാറ്റുക. അല്ലെങ്കിൽ അബ്നാഉക്കും, നിങ്ങളുടെ മക്കൾ. അല്ലെങ്കിൽ അസ്വാജുക്കും, നിങ്ങളുടെ ഇണകൾ. അല്ലെങ്കിൽ ഇഖ്വാനുക്കും, നിങ്ങളുടെ കൂടപ്പിറപ്പുകൾ. അതുമല്ലെങ്കിൽ അശീറത്തുക്കും, ബന്ധുമിത്രാദികൾ. വഅംവാലുൻ ഇഖ്തറഫ്തുമൂഹാ, നിങ്ങൾ ഒരുമിച്ച് കൂട്ടിയ നിങ്ങളുടെ സ്വത്ത്, ധനം. വതിജാറത്തുൻ തഖ്ശൗന കസാദഹ, നഷ്ടത്തെ ഭയക്കുന്ന നിങ്ങളുടെ കച്ചവടം. വമസാകിൻ തർദൗനഹ, നിങ്ങൾ തൃപ്തിയടയുന്ന നിങ്ങളുടെ വീട്. ഈ 8 കാര്യം നിങ്ങൾക്കാണെങ്കിൽ അഹബ്ബ ഇലൈക്കും, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണെങ്കിൽ മിനല്ലാഹി വറസൂലിഹി വജിഹാദിൻ ഫീ സബീലി, അള്ളാഹിനേക്കാൾ, അള്ളാഹുവിൻ്റെ റസൂലിനേക്കാൾ, അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള ജിഹാദിനേക്കാൾ ഇഷ്ടപ്പെട്ടതാണെങ്കിൽ ഫതറബ്ബസു ഹത്താ യഅതി അല്ലാഹു ബിഅംരിഹി, അള്ളാഹു അവൻ്റെ തീരുമാനവുമായി വരുന്നത് നിങ്ങൾ കാത്തിരുന്നു കൊള്ളുക. ഈ 8 നമ്മളൊക്കെ തോറ്റുപോകുന്നു. മോക്ക് 20 വയസ്സായി, മോക്ക് നല്ല വിദ്യാഭ്യാസമുണ്ട്, കുറേ പുതിയാപ്പിളിനെ പരതി. അങ്ങനെ നല്ലൊരു പുതിയാപ്പിള വന്നു, കാണാൻ സുമുഖൻ, നല്ല പേരുകെട്ട തറവാട്, പേരുകെട്ട നാട്ടിലെ കുടുംബം, നല്ല കൊട്ടാരം പോലത്തെ വീട്, നല്ല ഉപ്പയുമ്മ, ഓൻ്റെ നല്ല കൂടപ്പുറപ്പുകൾ, നല്ല സാഹചര്യം, നല്ല സ്വത്ത്, അവന് തന്നെ സ്വന്തമായിട്ട് നല്ല വരുമാന മാർഗം, എല്ലാം കൊണ്ടും മോക്ക് യോജിച്ച ഭർത്താവ്. ഒറ്റ പ്രശ്നമേ ഉള്ളൂ, ഓൻ ഈ വാദക്കാരനാണ്. ഏത് മൊയ്തീൻ വിളിക്കുന്നതിനും കുഴപ്പമൊന്നുമില്ല. നമ്മളിടുന്ന് വിളിച്ചാൽ മൊയ്തീൻ ഷേഖ് ബഗ്ദാദിൽ നിന്ന് കേൾക്കും. മൊയ്തീൻ ഷേഖ് ഇപ്പം നമ്മളെ കാണും, മൊയ്തീൻ ഷേഖ് ഇടപെടും, റാത്തീബെല്ലാം നടത്തിയാൽ മൊയ്തീൻ ഷേഖ് അവിടെ ഹാജറാവും. ഈ ഒറ്റ പ്രശ്നം. 5 നേരം നിസ്കാരമുണ്ട്. ഫജറിനൊക്കെ ഇമാമിൻ്റെ തൊട്ട് പിറകിൽ അവ്വലു തക്ബീറിൽ ആ ചക്കൻ നിസ്കരിക്കും. ഓൻ ആ പള്ളിയിൽ ഇല്ലാത്തൊരു ദിവസമില്ല, അങ്ങനത്തെ ചക്കൻ. പ്രശ്നം ഇത്രയേ ഉള്ളൂ. ബദരീങ്ങളെ വിളിക്കും, നമ്മളെന്ത് പറയും? നമ്മൾ മീൻസ് നിങ്ങളത് വിചാരിച്ച് പോയേക്കല്ലേ, പറയാൻ പേടിയാ. ചിലപ്പം നേരെ ഉൾട്ട അർത്ഥം മനസ്സിലാക്കും മനുഷ്യന്മാർ. എന്തൊക്കെ നമ്മൾ പറയാം? കല്യാണം നടക്കട്ട്, നമ്മളെ പിറക്കേക്കല്ലേ വരുന്നത്, നമുക്ക് ശരിയാക്കാം. ഓനെ വിടാൻ കഴിയുന്നില്ല. പക്ഷെ ദീൻ പറയുന്നത് എന്താ അറിയോ? ഓം മുശ്രിക്കാണെന്ന് പറഞ്ഞ് മാറ്റിവെക്കൽ ഇവന് ഫർദ് ഐനാണ്. ഈ ചക്കൻ മുശ്രിക്കാണ്, കാഫിറാണ്, മുർത്തദ്ദാണെന്ന് വിശ്വസിക്കൽ ഇവന് ഫർദ് ഐനാണ്. ഓൻ്റെ ആ ഒരു ശിർക്കൻ വിശ്വാസത്തെ നിസ്സാരവൽക്കരിക്കുന്നതിലൂടെ നമ്മൾ എന്തായി പോവാണ്? അവനോടൊപ്പം കുഫറിൽ പങ്കാളിയാവുകയാണ്. ദീനാണ് പ്രിയപ്പെട്ടവരെ, ആദർശമാണ്.
അഖീദയാണ്. ഇനി വേറൊരു ഉലമാക്കൾ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. നമ്മളെ പുരക്കേക്ക് വരട്ടെ, എന്നിട്ട് ആ പുതിയാപ്പിളിനെ ശരിയാക്കാന്ന് പറയുന്നുണ്ടല്ലോ. പുതിയാപ്പിള ആയിട്ട് നമ്മളെ പുരക്ക് എത്തണമെങ്കിൽ നിക്കാഹ് അത് സഹിയാവണ്ടേ? നിക്കാഹ് സഹിയാവണ്ടേ? ഇവൻ മൊയ്തീൻ ശേഖനെ വിളിക്കുന്നവനാണ് എന്ന ആ ഒറ്റ കാരണം കൊണ്ട് തന്നെ ഓ മുശ്രിക്കായി, മുർത്തദ്ദായി. നമ്മളെ മോള് മുവഹിദത്താണ്. ആ തൗഹീദുള്ള പെണ്ണും ശിർക്ക് ചെയ്യുന്ന ചക്കനും തമ്മിലുള്ള വിവാഹം ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടിൽ സഹീഹല്ല. പക്ഷെ ആരാ നിക്കാഹ് അയച്ചു കൊടുക്കുന്നത്? നമ്മൾ തന്നെ, നമ്മളെ ഖത്തീബ് തന്നെ. ബേക്ക് സ്റ്റേജിൽ ബേക്കുമാരുണ്ട്, നമ്മളെ നേതാക്കന്മാരെല്ലാവരും ഉണ്ട്. ഇതെന്തൊരു വിരോധാഭാസമാണ്. പിന്നെന്തിനാ ഈ കിതാബുകൾ? പിന്നെന്തിനാ നമുക്കൊരു സംഘടന? പിന്നെന്തിനാ നമുക്കൊരു പള്ളിയും മദ്രസയും? അത് മനസ്സിലാകുന്നില്ല. നമ്മുടെ ദീൻ പറഞ്ഞാലോ ബി നോട്ട്, ഓനെ ശ്രദ്ധിച്ചോളണം. എന്തൊരു കഥയായത്! കുറച്ച് ഓവറാണ്. നീ ദീൻ ഓവറായിട്ട് ഉലമാക്കൾ എഴുതി തന്ന അങ്ങനെ പറയാതല്ലാണ്ട് നമുക്ക് മാറ്റി പറയാൻ പറ്റുമോ? നമുക്ക് സാഹചര്യവും നാടും നാട്ടുകാരെയും നോക്കിയിട്ട് ദീനിനെ ഒന്ന് അഡ്ജസ്റ്റ് ആക്കിയിട്ട് പറയാൻ പറ്റുമോ? വല്ലാത്തൊരു സങ്കടകരമായ അവസ്ഥയാണത്. ജിഹാദ് എന്താണെന്നറിയോ? ശരിക്കും വാളും തോക്കും പീരങ്കി പിടിച്ചിട്ട് പോക്കല്ല ഈ കാലത്തുള്ള ജിഹാദ്. വീട്ടിൻ്റെ ഉള്ളിൽ ദീനുണ്ടാക്കുന്ന ജിഹാദ്, സ്വന്തം വ്യക്തി ജീവിതത്തിൽ ആദർശമുണ്ടാക്കുന്ന ജിഹാദാണ് ഏറ്റവും വലിയ ജിഹാദ്. ജിഹാദുൻ നഫ്സ് ഏറ്റവും വലിയ അതായത് ആൾക്കാരെ കളിയാക്കാനും പരിഹസിക്കാനും ആക്ഷേപിക്കാനും ഒക്കെ ചാൻസ് ഉള്ള സംഗതിയിൽ അവിടെ എന്താണോ ദീൻ, ആ ദീനിനെ അവിടെ പ്രദർശിപ്പിക്കാൻ സാധിച്ചാൽ അതിൻ്റെ പേരാണ് ദീൻ അല്ലെങ്കിൽ ജിഹാദ്. അവിടെ നമ്മളെല്ലാം തോറ്റുപോവാണ്. ആൾക്കാരെന്താ വിചാരിക്കുക? നമ്മൾ അത്രയെല്ലാം ആക്കേണ്ട കാര്യമുണ്ടോ? അങ്ങനെ ചോദിക്കുന്നു. കാര്യമുണ്ട്. കാരണം മൻ ലം യുകഫിരിൽ മുശ്രിക്കീൻ, അള്ളാഹും അള്ളാഹുവിൻ്റെ റസൂലും മുശ്രിക്കാണെന്ന് പറഞ്ഞ ഒരുത്തൻ, അവൻ്റെ ശിർക്കിനെ അംഗീകരിച്ചവൻ കാഫിറാണെന്നൊരുത്തൻ വിശ്വസിക്കുന്നില്ലെങ്കിൽ, നസാറാക്കൾ, യഹൂദികൾ, മുസ്ലിമീങ്ങൾ, സ്യാനിസ്റ്റുകളുടെ പുതിയ തന്ത്രം ചിന്താഗതി അറേബ്യൻ ലോകത്തല്ലത് പ്രചരിപ്പിക്കാൻ അവർ ശ്രമിച്ചു. പക്ഷേ ഉലമാക്കൾ തക്ക സമയത്ത് പ്രതികരിച്ചതിനെ ഇല്ലാണ്ടാക്കി. അവരെന്താ പറഞ്ഞതെന്നറിയോ? ഇത് മൂന്നും ഇബ്രാഹിമി മില്ലത്തിൽപ്പെട്ടതല്ലേ? കാരണം ഇബ്രാഹിം നബിൻ്റെ മക്കളാണല്ലോ. ഇസാക്കിൻ്റെ പരമ്പരയിലാണ് ബനു ഇസ്രായേൽ മൊത്തം വന്നത്. ഇസ്മായിൽ നബിൻ്റെ പരമ്പരയിലാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നത്. അപ്പോൾ ഈ മൂന്ന് മതവും ഒരൊറ്റ മർക്കസിൽ നിന്നാണ് വന്നത്, ഇബ്രാഹിം നബിയിൽ നിന്നും. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇത് മൂന്നിനെയും കൂടി ഒന്നാക്കാം. മതസൗഹാർദ്ദം. അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ ആശയക്കുഴപ്പം വ്യത്യാസങ്ങൾ ഉണ്ടാവുമെങ്കിലും എല്ലാത്തിൻ്റെ അസലൊന്നല്ലേ. അതുകൊണ്ട് ആ മതങ്ങളെ മൊത്തം ഒരുമിച്ച് കൂട്ടി നമുക്ക് മുന്നോട്ട് പോവാം. ചില ചെറുപ്പക്കാരുടെ തലയിൽ അത് അവർ കയറ്റുന്നതിൽ വിജയിക്കുകയും ചെയ്തു. മതസൗഹാർദ്ദം. മതസൗഹാർദ്ദത്തിൻ്റെ പേര് പറയുന്നവൻ കാഫിറാണ്. മതസൗഹാർദ്ദം പ്രസംഗിക്കുന്നവൻ മുർത്തദ്ദാണ്. കാരണം മതങ്ങൾ ഒരിക്കലും സൗഹാർദ്ദത്തിലാവില്ല. മനുഷ്യ സൗഹാർദ്ദം പ്രസംഗിച്ചോളൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനത്ത് ജൂതനായ ഒരു ചെറുപ്പക്കാരൻ രോഗിയായിട്ട് കിടക്കുമ്പോൾ ഓനെ പോയി സന്ദർശിച്ച്, ഓൻ്റെ വീട്ടിൽ പോയി ഇരുന്ന് സംസാരിച്ച്, അതൊക്കെ താരീഖിലുള്ള സഹിയായ താരീഖാണ്. അത് പറ്റും. പക്ഷെ മതങ്ങളെ ഒന്നിപ്പിക്കൽ ഇതിൽ പെടും. മൻ ലം യുകഫിർ അൽ മുശ്രിക്കീൻ. അതും ശരിയാന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഷിർക്ക് ചെയ്യുന്ന ഒരാൾ കാഫിറാണ്. ഒരാൾ ഉദാഹരണം പറയാം. കാട്ടാമ്പള്ളിയിൽ ഒരു വലിയ സ്റ്റേജും വന്നൊരു ഒരാൾ പ്രസംഗിക്കുകയാണ്. എന്ത്? പിന്നെ അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്, ഇന്നമാ വലിയ്യുക്കും അല്ലാഹു വറസൂലുഹു വല്ലദീന ആമനുല്ലദീന യഖീമൂന സ്വലാ വയുതൂന സക്കാ. നിസ്കരിക്കുന്ന, സകാത്ത് കൊടുക്കുന്ന മുഅ്മിനീങ്ങളും അള്ളാഹുവും അള്ളാഹിൻ്റെ റസൂലുമാണ് നിങ്ങളുടെ സഹായികൾ എന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് മൊയ്തീൻ ഷെയ്ഖ് നമ്മളെ സഹായിയാണ്. ധൈര്യമായിട്ട് മൊയ്തീൻ ഷെയ്ഖിനെ വിളിച്ചോ. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും മൊയ്തീൻ ഷെയ്ഖിനോട് പറഞ്ഞോ. എന്ത് പ്രയാസം ഉണ്ടെങ്കിലും മൊയ്തീൻ ഷെയ്ഖിനെ വിളിച്ചോളീൻ. മൂപ്പർ ഇടപെടും, പ്രശ്നങ്ങൾ മാറ്റിത്തരും, പ്രയാസങ്ങൾ നീക്കിത്തരും, ജോലിയിൽ ബർക്കത്ത് തരും, വീട്ടിൽ ഐശ്വര്യം ഉണ്ടാവും, രോഗങ്ങൾ മാറ്റിത്തരും എന്നൊരുത്തം പ്രസംഗിക്കുന്ന നേർക്ക് നേരെ കേട്ടാൽ അവൻ ഷിർക്കിലാണ്, കുഫറിലാണ് എന്ന് നമ്മൾ പറയുന്നില്ലെങ്കിലും നമ്മുടെ മനസ്സുകൊണ്ടത് സമ്മതിക്കൽ നമുക്ക് നിർബന്ധമാണ്. ഓന് വേണ്ടി നമ്മൾ ഓനെ വെറുതെ വ്യാഖ്യാനിക്കാൻ നിൽക്കുക. നമ്മളെങ്ങനെങ്കിലും ഓനെ മുശ്രിക്ക് ആക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അതങ്ങനെ പറഞ്ഞതായിരിക്കും, ഇതിങ്ങനെ പറഞ്ഞതായിരിക്കും. നഹ്നു നഹ്കുമു ബിദ്ദവാഹിർ. നമ്മൾ വിധി പറയുക ബാഹ്യമായ കാര്യം നോക്കിയിട്ടാണ്. ഇനി
അത് ആടെ എത്തിക്കഴിയുമ്പോൾ ഉള്ളിൽ ക്ലിയർ ആണെങ്കിൽ അള്ളാഹു രക്ഷപ്പെടുത്തിക്കോളും. അതിൻ്റെ കാര്യം നമ്മൾ നോക്കേണ്ട കാര്യമില്ല. പുറമേ ഇപ്പോൾ നൗഷാദ് ഹസൻ എന്ന് പറയുന്ന ആ സാധനം ഉണ്ടല്ലോ, അയാൾ പ്രസംഗിച്ച് നടക്കുന്നുണ്ട് എല്ലാം ആരെന്നെ CM തന്നെ, മടവൂർ ഷെയ്ഖിനാണ് എല്ലാം. ഈ ലോകം നിയന്ത്രിക്കുന്നത് വരെ എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ 3 ഭാഗം ചുറ്റപ്പെട്ട് കിടക്കുന്ന സമുദ്രത്തിലെ ആഴങ്ങളിൽ എവിടെയോ ജീവിക്കുന്ന ഒരു മത്സ്യത്തിന് ഭക്ഷണം കൊടുക്കുന്നതും ആരെന്നെ, അല്ല പറഞ്ഞ വാക്കിനർത്ഥം CM തന്നെ. ആഫ്രിക്കൻ കാടുകളിൽ എവിടെയോ ഉള്ള കോടാനുകോടി വരുന്ന വൃക്ഷങ്ങളിലെ കോടാനുകോടി ഇലകളിൽ ഏതോ ഒന്ന് ഉണങ്ങി താഴെ വീഴുന്നതും ഈ മടവൂര് കിടക്കുന്ന ഈ അദ്ദേഹം അറിഞ്ഞിട്ടല്ലാണ്ട് നടക്കൂല. നൗഷാദ് ഹസൻ എന്താ നമുക്കറിയില്ല, പക്ഷെ ഈ ആദർശം പേറുന്നവൻ കാഫിറും മുർത്തദ്ദും മുശ്രിക്കുമാണ്. കാരണം എന്താ? ഇദ് നുസവ്വീകും ബിറബ്ബിൽ ആലമീൻ, റബ്ബുൽ ആലമീനായ അള്ളാഹുവിനോട് CMനെ തസ്വിയത്ത് ചെയ്തു, സമമാക്കി. അവൻ്റെ കഥ കഴിഞ്ഞു. അതുകൊണ്ട് മൻ ലം യുകഫിർ അൽ മുശ്രിക്കീൻ, അതായത് ഇദാ അതഖദു, ഒരുത്തൻ വിശ്വസിക്കുകയാണ് അന്നൽ മുശ്രിക്കീന ലൈസു കുഫാറ, ശിർക്ക് ചെയ്യുന്ന ഒരാൾ കാഫിറാണെന്ന് പറയാൻ പറ്റൂല. ഔ ഇഅ്തഖദ്, അല്ലെങ്കിൽ ഒരുത്തൻ വിശ്വസിക്കുന്നു അന്നൽ യഹൂദ ലൈസു കുഫാറൻ, യഹൂദികളെ കാഫിർ എന്ന് പറയാൻ പറ്റൂല, കാരണം തൗറാത്തിന്റെ ആൾക്കാരല്ലേ. ഔ അന്നൻ നസാറ, ശരിയാണ്, മൊയ്തി ഷേഖിനെ വിളിക്കുന്നോന് ഈസാ നബിനെ വിളിക്കുന്നവനെ കാഫിറാന്ന് പറയാൻ പറ്റുമോ? ബദരീങ്ങളെ വിളിക്കുന്നവന് ഉസൈറിനെ വിളിക്കുന്ന ജൂതന്മാരെ കാഫിറെന്ന് പറയാൻ പറ്റുമോ? മുവഹ്ഹിദുകൾക്ക് അത് പറയാൻ പറ്റുള്ളൂ. ഔ അന്നൽ ബൂദിയീന, ബുദ്ധന്മാര് കാഫിറല്ല എന്നൊരുത്തം വിശ്വസിച്ചാൽ, അവിദ്ദഹ്രിയീൻ, ദഹ്രിയീൻ എന്ന് പറഞ്ഞാൽ കാലത്തിന് വിശ്വസിക്കുന്നവർ, അതായത് നിരീശ്വരവാദികൾ. ഇതെല്ലാം കാലത്തിൻ്റെ വിക്രിയ, എന്താ പറയാ, എന്താ ഭാഷ പറയുക, ഭൂകമ്പം ഉണ്ടായാലും എന്താ പറയാ, പ്രകൃതിക്ഷോഭം എന്ന് മാത്രമല്ല, വേറെന്തോ ഒരു പേരുണ്ട്, വികൃതികൾ, പ്രകൃതിയുടെ വികൃതികളാണെന്നാ പറയാ. ഭൂമി കുലുക്കവും സുനാമിയും അതേപോലെ ഭയങ്കരമായ കൊടുങ്കാറ്റും വന്നാൽ അതൊന്നും ആരും അയച്ചൊന്നുമല്ല, അത് പ്രകൃതിയിൽ അങ്ങനെ ഉണ്ടാകുന്ന പ്രതിഭാസങ്ങളാണെന്ന് പറഞ്ഞിട്ട് അങ്ങ് തള്ളിക്കളയും. ചില ആൾക്കാർ എന്ത് ചെയ്യും, ആ പ്രകൃതിയെ കുറ്റപ്പെടുത്തുകയും ചെയ്യും. എന്തൊരു മഴയായത്, അങ്ങനെ എന്തൊരു വെള്ളപ്പൊക്കമായത്. അള്ളാഹു പറഞ്ഞു, കാലഘട്ടത്തെ അവർ ചീത്ത പറയുന്നു, പക്ഷെ ഇന്നമ അനദ്ദഹർ, ആ കാലത്തെ നിയന്ത്രിക്കുന്നവൻ ഞാനാണ്. അവരാ ചീത്ത പറയുന്നത് വന്ന് ചേരുന്നത് എന്നിലാണ്. ഭൂകമ്പമുണ്ടാക്കിയ ആൾ ഞാനാ. ഭൂകമ്പത്തെ കുറ്റം പറഞ്ഞാൽ അത് അള്ളാഹിനെ കുറ്റം പറയുന്നതിന് സമമാണ്. മലവെള്ളപ്പാച്ചൽ ഉണ്ടാക്കിയത് അള്ളാഹുവാണ്. അതുകൊണ്ട് അതിനെ കുറ്റം പറഞ്ഞാൽ അതുണ്ടാക്കിയ അള്ളാഹിനെ കുറ്റം പറയും പോലെയാണ്. അവർ കാഫിറാണെന്നൊരുത്തം വിശ്വസിക്കുന്നില്ലെങ്കിൽ നിരീശ്വരവാദി. അപ്പോൾ നമ്മുടെ ആരിഫോ ഓൻ അരവണപ്പായസം തിന്ന ഇപ്പം ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്ന് പറഞ്ഞിട്ട് ഇതുവരെ തിന്നിട്ട് ആറാമായത് കൊണ്ട് ഇനി തിന്നാലോ. ഓനെന്താ അരവണ മാത്രമാക്കുന്നു? 200 ബില്ലുവിന് അടിച്ചൂടെ? ഓന് കഞ്ചാവ് അടിച്ചൂടെ? ഓന് നിയമങ്ങളൊന്നുമില്ലല്ലോ. അത് മാത്രം ബിസ്മില്ലാ പറഞ്ഞിട്ട് തിന്നല്. അപ്പോൾ ഓൻ്റെ ലക്ഷ്യം തിന്നലല്ല, പിന്നെയോ മുസ്ലിമീങ്ങളൊന്ന് വേദനിപ്പിക്കലാണ്. പക്ഷേ എത്ര വേദനിപ്പിച്ചാലും തലകുത്തി മറിഞ്ഞാലും ഇന്നൽ ബാത്തില കാന സഹൂഖ. അസ്സലാമു അലൈക്കും. ഇന്നൽ ബാത്തില കാന സഹൂഖ. ബാത്തിൽ പരാജയപ്പെടാനുള്ളതാണ്. ഇന്നലെ ഷെയ്ഖിൻ്റെ ഒരു ദർസ് കേട്ടു. ആ ഷെയ്ഖ് പറയുന്ന വിഷയം എന്താ അറിയോ? നിങ്ങൾ ഈ ബാത്തിലിൻ്റെ ആൾക്കാർ എന്തെങ്കിലും പറയുമ്പോൾ പേടിക്കുന്ന എന്തിനാണ്? മുഅ്മിനീങ്ങൾ നിങ്ങൾക്ക് എന്താ പ്രയാസം? ബാത്തിൽ നശിക്കാനുള്ളതാണ്, ഹക്ക് വിജയിക്കാനുള്ളതാണ്. അതുകൊണ്ട് ആരിഫ് വിചാരിക്കുന്നത് എന്താ അറിയോ? ഞാൻ ഇങ്ങനെയെല്ലാം പറഞ്ഞാൽ ഇസ്ലാമിനെന്തോ ആയി പോകുന്നതാണ്. ഇസ്ലാമിനെന്തോ ആയി പോവല്ല, ഇസ്ലാമിനെ ആളുകൾ പഠിക്കാനുള്ള കാരണമായി മാറുകയാണ് ആ ചങ്ങായി ഓരോ വർത്താനം. വേറെ ഒരുത്തിയുണ്ടല്ലോ, മത്തിയല്ല മീൻ തല തല്ലിച്ചത്താൽ ആ ശവത്തെ നിങ്ങൾക്ക് തിന്നാല്ലേ, പിന്നെ ശവത്തെ തിന്നാൽ എന്താ പ്രശ്നം? ഓള് ഭയങ്കര കണ്ടുപിടുത്തം നടത്തിയതാത്. അതുകൊണ്ട് ദഹ്രികൾ
കാലഘട്ടം അല്ലെങ്കിൽ കാലത്തെ ദൈവമാക്കുന്നവർ, അതുമല്ലെങ്കിൽ അതുണ്ടാക്കിയവനെ മൊത്തത്തിൽ നിഷേധിച്ച് അതൊക്കെ പൊടുന്നനെ ഇവർ പറയുക ബിഗ് ബാങ് തിയറി ഉണ്ടല്ലോ, പൊട്ടിത്തെറി, അവരെ ഒരാൾ കാഫിറാക്കുന്നില്ലെങ്കിൽ ഔ നഹ്വി ദാലിക്, അല്ലെങ്കിൽ അതേപോലെ എന്താണോ കുഫറിൻ്റെ ഷിർക്കിൻ്റെ ഹുക്കുമിൽപ്പെടുന്ന സംഗതികൾ, ലൈസു കുഫാറൻ, അവർ കാഫിറല്ല എന്നൊരുത്തൻ വിശ്വസിച്ചാൽ കഫറ ഇജ്മാഅൻ, ആ വിശ്വസിച്ചവൻ അതിലൂടെ കാഫിറായി പോവും. അല്ലെങ്കിൽ ഔ ശക്ക ഫീ കുഫ്രിഹിം, അവർ കാഫിർ ആണോ അല്ലേ എന്ന വിഷയത്തിൽ ഒരുത്തന് സംശയം വന്നു. ഉദാഹരണത്തിന് ഐ ശക്ക ഫീ കുഫ്രിൻ നസാറ, നസാറാക്കൾ എങ്ങനെ കാഫിറാവും? ഈസനബിനെ അവർ അള്ളാഹു എന്ന് പറയുന്നുണ്ടോ? ഇല്ല. നസാറാക്കളുടെ വിശ്വാസപ്രകാരം ഇന്നല്ലാഹ സാലിസു സലാസ, മൂന്നിൽ ഒരാളാണ് അള്ളാഹു എന്നവരുടെ വാദം. അതായത് പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, പിന്നെ കന്യാമറിയം. അപ്പൊ പിതാവ് അള്ളാഹുവാണ്. അവര് ഈസ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ പറയുന്നതും ദൈവപുത്രൻ എന്നാണ്. അപ്പൊ ദൈവത്തിനെ അവർ അംഗീകരിക്കുന്നുണ്ട്, അള്ളാഹുവിനെ. അപ്പൊ അതുകൊണ്ട് നസാറാക്കളെ അങ്ങനെ നമുക്ക് കാഫിറാക്കാൻ പറ്റൂല. മറിച്ച് അള്ളാഹു കഴിവുകളൊക്കെ കൊടുത്ത് ബഹുമാനിച്ച മുഅ്ജിസാത്തുകളൊക്കെയുള്ള ഈസാ പ്രവാചകനെ അവർ ഒരു ഇടയാളന്മാരാക്കുന്നു എന്നൊരു ഖുറാഫി പറഞ്ഞാൽ, മുദ്ദിശേഖനെയോ ബദരീങ്ങളെയോ ഒക്കെ അങ്ങനെ കാണുന്ന ഒരുത്തൻ അങ്ങനെ ന്യായീകരിച്ചാൽ, ഇതിനിടയ്ക്കൊരു മുസ്ലിം ഒരു ക്ലാസ് കേട്ടു, ഒരു പ്രസംഗം കേട്ടു. അതിൽ അദ്ദേഹം പറയുന്നത് വെച്ചാൽ ക്രിസ്തുമസ് ശരിക്കും ആഘോഷിക്കേണ്ടത് ആരാണ്? മുസ്ലിമുകളാണ്. കാരണം അത് നമ്മളുടെ പ്രവാചകനാണ്. പിന്നെ അവർക്കായത് നമ്മളുടെ ഈസാ നബിയാണ് അന്ന് ജന്മം കൊണ്ടത്, അതുകൊണ്ട് നമ്മളാണ് എന്ത് ചെയ്യേണ്ടത്? അത് ആഘോഷിക്കേണ്ടത്. ആ അവസ്ഥയിലേക്കാണ് മുസ്ലിം ഉമ്മത്തിൻ്റെ പോക്ക്. അല്ലെങ്കിൽ യഹൂദികളുടെ കുഫ്റിൽ ഒരുത്തൻ സംശയിച്ചു. കാരണം യഹൂദികളുടെ വിശ്വാസപ്രകാരം അവർ അള്ളാഹുവിനെ അംഗീകരിക്കുന്നവരാണ്. ഉസൈർ അലൈഹിസ്സലാം അള്ളാഹുവിൻ്റെ പുത്രനാണ് എന്ന് വിശ്വസിച്ച് ഉസൈറിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആൾക്കാരാണ് യഹൂദികൾ. അവർ അള്ളാഹ് അംഗീകരിക്കുന്നുണ്ട്, അതുകൊണ്ട് അവർ കാഫിറാവോ ശിർക്കിലാവോ എന്നൊരുത്തൻ സംശയിച്ചു. ഔ ഫീ കുഫ്രിൽ ബൂദിയീന, അല്ലെങ്കിൽ ബുദ്ധന്മാരുടെ, അതുമല്ലെങ്കിൽ അങ്ങനെ ഏത് തരത്തിലാണോ ഒരാൾ ഷിർക്കിലോ കുഫറിലോ എത്തിപ്പെട്ടിട്ടുള്ളത്, അവര് ഷിർക്കിലാണ് അല്ലെങ്കിൽ കുഫറിലാണ് എന്ന വിഷയത്തിൽ ഒരുത്തന് സംശയം തോന്നിയാൽ അവൻ കാഫിറാവും. കാരണം അവൻ യഥാർത്ഥത്തിൽ സംശയിക്കുന്നത് എന്തിനാണ്? ഇന്ന കാര്യം ചെയ്താൽ കുഫറിലാവും ഷിർക്കിലാവും എന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ സംശയിച്ചത് അള്ളാഹുവിൻ്റെ ആ ഖൗലിലാണ്. ഖുർആന്റെ വാക്ക് സംശയിക്കുന്നവൻ ഖുർആൻ നിഷേധിക്കുന്നവനാണ്, അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയവനാണ്. അല്ലെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ മാനദണ്ഡം വെച്ചുകൊണ്ടായിരിക്കും കുഫറും ശിർക്കും നമ്മൾ വ്യാഖ്യാനിക്കുക. അപ്പൊ അതിൽ പെടുവോ ഇല്ലേ എന്നൊരുത്തന് സംശയമായാൽ അവൻ സംശയിച്ചത് നബി സല്ലല്ലാഹി അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസിലാണ്. ആ സംശയം അവനെ കുഫറിലാക്കും. മൂന്നാമത്തത് ഔ സഹഹ മദ്ഹബഹും, അല്ലെങ്കിൽ സംശയമല്ല, കാഫിറാക്കാതിരിക്കുന്നതല്ല, അവരുടെ ആദർശത്തെ ഒരുത്തൻ ശരിവെച്ചു. അതും ശരിയാണ്, ഇതും ശരിയാണ്. ഏതുപോലെ മദ്ഹബ് റഅസ്മാലിയ്യ, ഈ പറഞ്ഞ ഈ മതസൗഹാർദ്ദത്തിൻ്റെ ചുക്കാൻ പിടിക്കുന്ന ആൾക്കാരെ പോലെ. അമേരിക്കയിലും അതേപോലെ തന്നെ യഹൂദികളുടെ രാജ്യത്തും ഇസ്രായേൽ എന്ന് പറയാൻ പാടില്ല എന്നാണ് ഷേഖന്മാരുടെ ഓർഡർ. കാരണം എന്ന് വെച്ചാൽ അത് പിന്നെ യാക്കൂബ് അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ മറ്റൊരു പേരാണ് ഇസ്രായേൽ. ആ ചെകുത്താന്മാർക്ക് ആ പേര് വിളിക്കുന്നത് ശരിയല്ല. നമ്മുടെ യഹൂദികൾ, ജൂതന്മാർ, അവരൊക്കെ ഇതിനു വേണ്ടി കിണഞ്ഞ് ശ്രമിക്കുന്ന ആളുകളാണ്. പ്രത്യേക ഫണ്ടുകൾ നിശ്ചയിച്ച് ആളുകളെ പരിശുദ്ധ ഖുർആനും സഹീഹായ ഹദീസുകളും പഠിപ്പിച്ച് ലക്ഷക്കണക്കിന് ഡോളർ അവർക്ക് ശമ്പളവും കൊടുത്ത് അവരുടെ ഒരു ജോലിയാക്കി തന്നെ ഇറക്കിയിട്ടുണ്ട്. പക്ഷേ യുരീദൂന ലിയുത്ഫിഉ നൂറല്ലാഹി ബിഅഫ്വാഹിഹിം വല്ലാഹു മുതിമ്മു നൂരിഹി, അല്ലാഹുവിൻ്റെ ഈ പ്രകാശം അത് പൂർത്തിയാവുക തന്നെ ചെയ്യും.
അപ്പൊ അങ്ങനെയുള്ള ആളുകളുടെ മതസൗഹാർദ്ദത്തിന്റെ ആൾക്കാരുടെ കൂടെ കൂടി അതിനർത്ഥം എന്താ? നിന്റെ മതവും ശരി, എൻ്റെ മതവും ശരി, അതും ശരി, ഇതും ശരി, നമുക്കൊരു പ്രശ്നവും വേണ്ട. അത് കുഫറാണ്, ഷിർക്കാണ്. അതൊരുത്തൻ ചെയ്താൽ അതിനർത്ഥം അവന്റെ ആദർശത്തെ അവൻ ശരിവച്ചു എന്നാൽ. ആ ശരി വെക്കുന്നവൻ കാഫിറാണ്, അവൻ മുശ്രിക്കാണ്, മുർത്തദ്ദാണ്. എന്തുകൊണ്ട്? തെളിവ് ഫമുഖ്തളാ കലിമത്തി ലാ ഇലാഹ ഇല്ലല്ലാഹ്. കാരണം ഒരുത്തൻ മുസ്ലിം ആകാൻ വേണ്ടി ആദ്യം അവന്റെ മേൽ നിർബന്ധമായ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമയുടെ രത്നച്ചുരുക്കം അത് ആവശ്യപ്പെടുന്നത് അയ്യുക്ഫറ ബികുല്ലി മാ യുഅബദു മിൻ ദൂനില്ലാഹ്. അല്ലാഹുവിന് പുറമെ ബാത്തിലായി അന്യായമായി ഈ ദുനിയാവിൽ ഏതൊക്കെ വസ്തുക്കൾ, വ്യക്തികൾ, ശക്തികൾ ഇബാദത്ത് ചെയ്യപ്പെടുന്നുണ്ടോ അതിനെ മുഴുവനും നിഷേധിക്കൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തിന്റെ റുക്കിനിൽപ്പെട്ടതാണ്. കാരണം അല്ലാഹു പറഞ്ഞു ഫമൻ യക്ഫുർ ബിത്താഗൂതി വയുമിൻ ബില്ലാഹി ഫഖദ് ഇസ്തംസക ബിൽ ഉർവത്തിൽ വുസ്ഖാ. ഉർവത്തുൽ വുസ്ഖാ എന്ന് പറഞ്ഞാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആ കലിമയെ ശരിക്കും മുറുക്കെ പിടിച്ചവൻ ആരാണ്? ഒന്ന് ഫമൻ യക്ഫുർ ബിത്താഗൂത്ത്, അള്ളാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്ന ആരാധ്യരെ ആര് നിഷേധിക്കുന്നുവോ, വയുമിൻ ബില്ലാഹ്, എന്നിട്ട് ആര് അള്ളാഹുവിൽ പൂർണ്ണമായി വിശ്വസിക്കുന്നുവോ അവനാണ് ആ കലിമയെ മുറുകെ പിടിച്ചവൻ. അതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് രണ്ട് റുക്നുകൾ. ലാ ഇലാഹ, ഒരു ഇലാഹും ഇല്ല, യഥാർത്ഥത്തിലുള്ള ന്യായമായിട്ടുള്ള ഒരു ഇലാഹുമില്ല, ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ. രണ്ട്. ആദ്യം അൽ കുഫ്റു ബിത്താഗൂത്ത്, അള്ളാഹ്ക്ക് പുറമെ അന്യായമായി ആരാധിക്കപ്പെടുന്ന എല്ലാത്തിനെയും തള്ളി. അത് റുക്നാണ്, കലിമത്തിന്റെ ഫർളാണ്. രണ്ട് ഇല്ലല്ലാഹ്, അതായത് വയുമിൻ ബില്ലാഹ്, അള്ളാഹനെ മാത്രം സ്ഥിരപ്പെടുത്തി. അതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹിന്റെ ആകത്തുക. ഇത് ശരിയാണെന്നോ അല്ലെങ്കിൽ സംശയിക്കുകയോ ചെയ്താൽ അവൻ ഫമൻ യക്ഫുർ ബിത്താഗൂത്ത് എന്ന ഒന്നാമത്തെ ഫർള് നഷ്ടപ്പെട്ടവനാണ്. ഫർള് പോയാൽ ആ കലിമത്ത് അല്ലാഹു സ്വീകരിക്കൂല, ഓനെ മുസ്ലിമായിട്ട് അല്ലാഹു പരിഗണിക്കൂല. അതുകൊണ്ട് ഫലാ ബുദ്ദ മിനൽ കുഫ്രി ബിത്താഗൂത്ത്, താഗൂത്തുകളെ നിഷേധിക്കൽ നിർബന്ധമാണ്. വലാ ശക്ക, ഒരു സംശയവുമില്ല, അന്നൽ യഹൂദിയ്യത വന്നസ്റാനിയ്യത വകുല്ല മാ സിവാ ദീനിൽ ഇസ്ലാം, യഹൂദികളാവട്ടെ നസാറാക്കളാവട്ടെ ഇസ്ലാം ഒഴിച്ചുള്ള ബാക്കി ഏത് മതവും ആവട്ടെ, താഗൂത്തുൻ യജിബുൽ കുഫ്റു ബിഹി, ശരിയല്ല, അത് സത്യമല്ല എന്ന് പറഞ്ഞ് അതിനെ നിഷേധിച്ച് തള്ളൽ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമാണ്. ഖാല തആല, അല്ലാഹു പറഞ്ഞു ഇന്നദ്ദീന ഇൻദല്ലാഹി അൽ ഇസ്ലാം, വേറൊന്നും ശരിയല്ല, ഒക്കെ തെറ്റാണ്. എല്ലാ ഹിന്ദുമതം തെറ്റാണ്, ക്രിസ്തുമതം തെറ്റാണ്, ജൂതമതം തെറ്റാണ്, നിരീശ്വരവാദിൻ്റെ മതവും തെറ്റാണ്, എല്ലാം തെറ്റാണ്. ശരി ഏതേ ഉള്ളൂ? ഇസ്ലാം മാത്രമേ ഉള്ളൂ. സംശയമുണ്ടാ? ഇയാളെന്തപ്പം ഇങ്ങനെ പറയുന്നത് തോന്നുന്നുണ്ടാ? ഇസ്ലാം മാത്രമേ സത്യമുള്ളൂ, അതേ ശരിയാകാവൂ. കാരണം അള്ളാഹു പറഞ്ഞു വമൻ യബ്തഗി ഗൈറൽ ഇസ്ലാമി ദീന, ഇസ്ലാം അല്ലാത്ത ഒരു ദീൻ ഒരുത്തൻ സ്വീകരിച്ചാൽ ലൻ യുഖ്ബല മിൻ, ഒരിക്കലും അവരിൽ നിന്നും അള്ളാഹു അത് സ്വീകരിക്കില്ല. എന്ന് മാത്രമല്ല വഹുവ ഫിൽ ആഖിറതി മിനൽ ഖാസിരീൻ, അവൻ നാളെ ആഖിറത്തിൽ നഷ്ടവാളികളുടെ കൂട്ടത്തിൽ പെട്ടവനായിരിക്കും. അതുകൊണ്ടല്ല ഇന്നും വേറെ ഏത് മതത്തിൽ, നിങ്ങൾ ഈ ചാറ്റ് GPT ഇല്ലേ, എന്നാലും അതിന് പറയാം അല്ലേ, അതിനോട് ചോദിച്ചു നോക്കിയാൽ ഖുർആനെ പറ്റി എന്താ അഭിപ്രായം, ബൈബിളിനെ പറ്റി എന്താ അഭിപ്രായം, നമ്മൾ എന്ത് ചോദിച്ചാൽ നമുക്ക് ഉത്തരം തരുമല്ലോ. ഖുർആനിൻ്റെ ഒരു സൂക്തം നിങ്ങൾക്ക് അതേപോലെ ഒന്ന് ഉണ്ടാക്കി തരാൻ പറ്റുമോ എന്നൊന്ന് ചോദിച്ചു നോക്കിയേ. സുബ്ഹാനല്ലാഹ്, മറുപടി കേട്ടിട്ട് നമ്മൾ ഞെട്ടിപ്പോയി. പറ്റൂല. കാരണം അതിൽ മനുഷ്യൻ്റെ കൈകടത്തലുകൾക്ക് വിധേയമാക്കപ്പെടാത്ത ഗ്രന്ഥമാണ്, അത് നമുക്ക് ഉണ്ടാക്കി തരാൻ പറ്റൂല. അപ്പോൾ ബൈബിളിലൊന്നും ഉണ്ടാക്കി തരുമോ? പട വരുന്ന ബൈബിളിൻ്റെ സൂക്തങ്ങൾ ബൈബിളിലുള്ളതല്ല, ബൈബിളിനെ പോലെ ഇവരുണ്ടാക്കിയിട്ട് അയച്ചു തരാം നമുക്ക്. പക്ഷെ ഖുർആൻ ഇല്ല, നമ്മളെ കൊണ്ട് പറ്റൂല. കാരണം തൻസീലും മിർ റബ്ബിൽ ആലമീൻ. അതുകൊണ്ട് ബാക്കിയൊക്കെ തെറ്റാണ്, ഒന്നും ശരിയല്ല. ശരി ഒറ്റൊന്നേ ഉള്ളൂ, ദീനുൽ ഇസ്ലാം. അതുകൊണ്ട് അതല്ലാത്ത വഴിയൊരുത്തൻ സ്വീകരിച്ചാൽ ദുനിയാവുമായി ബന്ധപ്പെട്ടിട്ടല്ലാട്ടോ ഈ പറയുന്നത്. ദുനിയാവിൽ മുസ്ലിമായെങ്കിലേ രക്ഷപ്പെടും.
അല്ലെങ്കിൽ യഹൂദിയായ രക്ഷപ്പെടൂല, ഹിന്ദുവായ രക്ഷപ്പെടൂല. നോ, ദുനിയാവ് അള്ളാഹു ഒരു വരെയും കൽപ്പിക്കാത്ത സാധനമല്ല, എല്ലാവർക്കും കൊടുക്കും, വാരിക്കോരി കൊടുക്കും. ലൗകാനത്തി ദുനിയ തഅദിലു ഇൻദല്ലാഹി ജനാഹ ബഊദ, ഒരു കൊതുകിൻ്റെ ചിറകിൻ്റെ അത്രയും വില അള്ളാഹു ദുനിയാവിന് കൽപ്പിക്കുന്നുണ്ടെങ്കിൽ മാ സഖാ മിൻഹാ കാഫിറൻ ശുർബത മാഇൻ, ഒരു കാഫിറിന് അള്ളാഹു ഒരിറക്ക് വെള്ളം ഇവിടെ കുടിക്കാൻ കൊടുക്കില്ലായിരുന്നു. മുസ്ലിമിനേ കൊടുക്കൂ. പക്ഷെ അള്ളാഹു ദുനിയാവിൽ അള്ളാഹു പരിഗണിക്കുന്നത് അബ്ദിനെയാണ്. എല്ലാം അള്ളാഹിൻ്റെ അടിമകളാണ്, എല്ലാം അള്ളാഹിൻ്റെ അടിമകൾ. അത് പരിഗണിച്ച് എല്ലാവർക്കും കൊടുക്കും. പക്ഷെ ദീൻ പരിഗണിച്ച് കിട്ടേണ്ടത് ആഖിറത്തിൽ. അതുകൊണ്ട് അള്ളാഹു ഈ ആയത്തിന് അവസാനിപ്പിച്ചപ്പോൾ പറഞ്ഞു വഹുവ ഫിൽ ആഖിറത്തി മിനൽ ഖാസിരീൻ. ഇസ്ലാമിനെ വിട്ടൊരുത്തനാണോ ആഖിറത്തിൽ അവൻ നഷ്ടവാടിയായിരിക്കും. ഇവിടെ ചിലപ്പോൾ എല്ലാം ഞാൻ കൊടുത്തെന്ന് വരും. മാത്രമല്ല അള്ളാഹു പറഞ്ഞു, ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ മാതൃക പറഞ്ഞു സൂറത്തുൽ മുംതഹിന, ഖദ് കാനത് ലക്കും ഉസ്വത്തുൻ ഹസനത്തുൻ ഫീ ഇബ്രാഹീമ വല്ലദീന മഅഹ്. ഇബ്രാഹിം നബിയിലും അദ്ദേഹത്തോടൊപ്പമുള്ള മുവഹിദായ മുഅ്മിനായ ആൾക്കാരിൽ നിങ്ങൾക്ക് ഉന്നതമായ മനോഹരമായ മാതൃകയുണ്ട്. എന്താണ് ആ മാതൃക? ഇദ് ഖാലൂ ലിഖൗമിഹിം, അവർ അവരുടെ ജനതയോട് പറഞ്ഞു, ഇന്നാ ബുറആഉ മിൻകും, നമ്മൾ നിങ്ങളിൽ നിന്ന് ഒഴിവാണ്, നമ്മൾ നിങ്ങളുടെ കൂടെ ഇല്ല. മാത്രമല്ല വമിമ്മാ തഅബുദൂന മിൻ ദൂനില്ലാഹ്, നിങ്ങൾ അല്ലാഹ്ക്ക് പുറമെ എന്തിനെയാണോ ഇബാദത്ത് ചെയ്യുന്നത് അതിൽ നിന്നും നമ്മൾ ഒഴിവാണ്. കഫർനാ ബിക്കും, നമ്മൾ നിങ്ങളെ കാഫിറാക്കുന്നു. ഇബ്രാഹിം നബിൻ്റെ മില്ലത്ത് അതാണ്. അല്ലാഹു അല്ലാത്ത ഒരു വസ്തുവിനെ, ഒരു വ്യക്തിയെ, ഒരു ശക്തിയെ ഇബാദത്തിന് അർഹതയുള്ളവരായി കണ്ട് ചെയ്തവൻ കഫർനാ ബിക്കും, നമ്മൾ നിങ്ങളെ കുഫറില, നമ്മൾ നിങ്ങളുടെ കൂടെ ഇല്ല. വബദാ ബൈനനാ വബൈനകുമുൽ അദാവ, നമ്മുടെ നിങ്ങളുടെ ഇടയിൽ ഈ വിഷയത്തിലുള്ള ശത്രുത അതങ്ങനെ തന്നെ നിലനിൽക്കും. ആദർശ വിഷയത്തിൽ നമ്മൾ വൈരികൾ തന്നെയാണ്. മാനുഷിക വിഷയത്തിലോ ചങ്ങായിമാരാണ്. രണ്ടായിട്ട് തന്നെ കാണണം, പ്രത്യേകിച്ച് ഇന്ത്യ രാജ്യത്ത്. ഏതുവരെയാണ് ശത്രുതയുള്ളത്? ഹത്താ തുഅ്മിനൂ ബില്ലാഹി വഹ്ദഹ്, നിങ്ങൾ ഏകനായ അള്ളാഹുവിൽ മാത്രം ഈമാൻ ഉൾക്കൊള്ളുന്നത് വരെ നമ്മൾക്കിടയിൽ യാതൊരു ബന്ധവും ഇല്ല. ഇതാണ് ഇബ്രാഹിം നബിയുടെ മില്ലത്തിൻ്റെ സാരം. അതുകൊണ്ട് കടുപ്പം പിടിച്ചതാണ് മൂന്നാമത് പറഞ്ഞ ഈ നാഖിൽ. അള്ളാഹു സൂക്ഷ്മതയോടെ ജീവിക്കാൻ തൗഫീഖ് നസീബാക്കി തരട്ടെ. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.